നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് വിശുദ്ധ ദിവസം തിരുമുമ്പാകെ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിട്ടുള്ള വാത്സല്യ സഹോദരങ്ങളെല്ലാം ഞാൻ വിശേഷാൽ വന്ദനം ചെയ്യുകയാണ്. നമുക്ക് കർത്താവ് ഇങ്ങനെ ഒരു നല്ല കൂടിവരവ് തന്നു. ദൈവവചനം ധ്യാനിക്കുവാനും നമ്മുടെ ആത്മീയ ജീവിതം പരിപോഷിപ്പിക്കുവാനുമായിട്ട് നമ്മുടെ ഈ യാത്രയിൽ, ക്രിസ്തീയ ജീവിതം ഒരു യാത്രയാണല്ലോ, ആ യാത്രയിൽ വിശുദ്ധ ജീവിതത്തിന് വേണ്ടുന്നതായ പിൻബലങ്ങൾ ലഭിക്കുമാറ് നമ്മുടെ ഈ കൂടിവരവ് നമ്മെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് ഒരു 6 വർഷക്കാലം നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവവചനം ധ്യാനിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. പുതിയൊരു ഇന്നിങ്സിലേക്ക് പ്രവേശിച്ചെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഇത്രയും വർഷം കർത്താവ് നമ്മെ നടത്തി വിവിധങ്ങളായ കാര്യങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ നിന്ന് തുറന്നു തന്നിരുന്നു. തുടർന്നും അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയ ആരംഭകാലമുണ്ട്, കൊറോണ കാലം. ആ സമയത്ത് നമ്മൾ സമാഗമന കൂടാരം എന്നുള്ളൊരു വിഷയം ചിന്തിക്കുകയായിരുന്നു. സമാഗമന കൂടാരത്തിൻ്റെ ആ ഒരു ചിന്തയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സ്വർഗത്തിൽ ദൈവം വെളിപ്പെടുത്തി തന്നു. അതായത് ദൈവസഭയെക്കുറിച്ച്, നമ്മെക്കുറിച്ച്, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെക്കുറിച്ച് എന്നുവേണ്ട അനവധിയായ കാര്യങ്ങൾ അതിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടി. ആ കാലത്ത് നമ്മൾ ഈ മെസ്സേജുകൾ വീഡിയോ മെസ്സേജ് എന്നുള്ള നിലയിൽ റെക്കോർഡ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് അതൊന്നും ആ നിലയിൽ അവൈലബിൾ അല്ല. പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ മെസ്സേജുകൾ ആ നിലയിലും കൂടെ റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രദറൻ സമൂഹത്തിലെ ഒരു പ്രസിദ്ധനായ മൂപ്പൻ, അദ്ദേഹം തൻ്റെ പ്രഭാഷണ പരമ്പരയിൽ ഇങ്ങനെ പറയുകയായിരുന്നു. ചില ആൾക്കാരിങ്ങനെ ഈ സമാഗമന കൂടാരത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാദോരാതെ പറയുന്നുണ്ട്. അവർ പറഞ്ഞു കൊണ്ടുവരുന്നത് സമാഗമന കൂടാരം ദൈവസഭയുടെ നിഴലാണ് എന്നുള്ള നിലയിലാണ് അവർ പറയുന്നത്. അങ്ങനെ വചനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. സമാഗമന കൂടാരം യേശുക്രിസ്തുവിന് നിഴലാണെന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോയ ആ കാര്യം കേട്ടപ്പോൾ അതിന് ഒരു ലഘുവായ മറുപടി പറയണമല്ലോ എന്ന വിചാരത്തിൽ നമ്മൾ വീണ്ടും ആ ഒരു സബ്ജക്റ്റ് എടുക്കുകയായിരുന്നു. നമ്മൾ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് യെരുശലേമിൻ്റെ മതിലിനെ കുറിച്ചാണ്. ആ മതിലിൻ്റെ പണിയെക്കുറിച്ചും പിന്നീട് അതിൻ്റെ 12 വാതിലുകളെക്കുറിച്ചും നമ്മളിങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് 6 വാതിലുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് പൂർത്തീകരിച്ചു. ഇനിയും 6 വാതിലുകൾ കിടക്കുകയാണ്. അപ്പോൾ അത് പെൻഡിങ്ങിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട മൂപ്പൻ്റെ ആ വാക്കുകളെ പ്രതി നമ്മൾ ഈ വിഷയത്തിലേക്ക് പിന്നെയും തിരിയാനായിട്ട് ഇടയായത്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ കാര്യമാണ്, സമാഗമന കൂടാരം യേശുക്രിസ്തുവിൻ്റെ നിഴൽ തന്നെയാണ്, കൃത്യമായ കാര്യമാണ്. അതുപോലെ തന്നെ സമാഗമന കൂടാരം ദൈവസഭയ്ക്ക് നിഴലാണ് എന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ തുടക്കത്തിലുള്ള ആ മെസ്സേജുകളിൽ ഉറപ്പിച്ചത്. അതായത് തിരുവെഴുത്തുകളെ മുൻനിർത്തിക്കൊണ്ടാണ്, ഊഹാപോഹമല്ല പറഞ്ഞത്, തിരുവെഴുത്തുകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ദൈവസഭയെക്കുറിച്ച് വിവിധ ഉപമാനങ്ങളുണ്ട്. സഭ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ കൂടാരമാണ്. അതുപോലെ വിവിധങ്ങളായ ഉപമാനങ്ങളിലല്ലേ സഭയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സഭ ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ളതിന് സൂചനകൾ പുതിയ നിയമത്തിൽ പല ഭാഗത്തുമുണ്ട്. കൊരിന്ത് ലേഖനത്തിലുണ്ട്, എഫേസ് ലേഖനത്തിലുണ്ട്, എബ്രായ ലേഖനത്തിലുണ്ട്, പിന്നെ പത്രോസിൻ്റെ ലേഖനത്തിലുണ്ട്. വേറെ പല ഭാഗങ്ങളിലും ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ വിഷയത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് പഠിക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ചുള്ള വിശദമായ വിശദീകരണങ്ങളില്ല. അപ്പോൾ അതിൻ്റെ ആഴങ്ങൾ പഠിക്കാനാണ് നമ്മൾ പഴയ നിയമത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവസഭ ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ളത് പറഞ്ഞല്ലോ. ആ ആലയം എന്നുള്ള വിഷയം ചിന്തിക്കാനായിട്ട് പഴയ നിയമത്തിലേക്ക് ഇറങ്ങുമ്പോൾ 2 കാര്യം നമ്മുടെ മുൻപിലുണ്ട്. ഒന്ന്, സമാഗമന കൂടാരം എന്ന് പറയുന്ന ആദ്യത്തെ തിരുനിവാസം. അത് കഴിഞ്ഞ് രണ്ടാമത് ദൈവത്തിൻ്റെ നിവാസമായ യെരുശലേം ദൈവാലയം. ഇങ്ങനെ 2 കാര്യം കാണാം. ഒന്ന് ടെമ്പററി, ഒന്ന് പെർമനൻറ്റ്. ആ കാര്യത്തെക്കുറിച്ച് വീണ്ടും നമ്മളിങ്ങനെ പറഞ്ഞ് മുൻപോട്ട് വന്ന് ആ വിഷയം നമ്മൾ ഉറപ്പിക്കുകയായിരുന്നു, ദൈവസഭയുടെ നിഴലാണ് എന്നുള്ള കാര്യം തന്നെ. അങ്ങനെ ആ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഒരു പ്രേരണ വന്നത് ഇത്രയേ ഉള്ളൂ, ആ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടെ സമഗ്രമായിട്ട് പറയാം. ഒരു സമയത്ത് നമ്മൾ ഈ മെസ്സേജുകൾ പറഞ്ഞെങ്കിലും അത് റെക്കോർഡ് ചെയ്തിരുന്നില്ലല്ലോ. അപ്പോൾ ഇനിയും മറ്റനേകം സഹോദരങ്ങൾക്ക് അത് പ്രയോജനമാകട്ടെ. പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, സാധാരണയുള്ള നമ്മുടെ മെസ്സേജുകളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിൽ നിന്നുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ധരിക്കാറുണ്ട്. അതായത് രക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ടാബർനാക്കൾ എന്ന് പറയുന്നത്. അത്രത്തോളം ആഴത്തിൽ വേറൊരു ഭാഗത്ത് നിന്ന് നമുക്ക് കർത്താവിൻ്റെ ക്രൂശീകരണം സമർത്ഥിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ ഭാഗമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം കേട്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിലരൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ എന്നാൽ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് ചിന്തിച്ചത്. ഇപ്പം ഇത്രയും ആമുഖത്തിൽ പറയാൻ കാരണം എന്താ?
ചില ആഴ്ചകളായി നമ്മൾ ഈ സബ്ജക്റ്റിൽ നിന്ന് മാറി പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നേരെ ചാടി ആ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതുതായിട്ട് ആരെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകില്ലല്ലോ എന്താ ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള നമ്മുടെ രണ്ടാമത്തെ പഠനത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ പുറപ്പാട് ദിവസം 25-ാം അധ്യായം തുറന്നു വെച്ചിട്ടാണ് അത് തുടങ്ങിയത്. അപ്പോൾ 25-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് ഈ കൂടാരത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വ ദാനങ്ങളെ കൊണ്ടുവരുവാനും അതുപോലെ ഈ പണിയപ്പെടുന്ന കൂടാരം എങ്ങനെയായിരിക്കും, അത് പർവ്വതത്തിലെ മാതൃക പ്രകാരം ആയിരിക്കണം, അതായത് ഉയരത്തിൽ നിന്ന് ലഭിച്ച അളവിനാൽ തന്നെയാണ് അത് പണിയേണ്ടത്, അത് സ്വർഗീയമായ കൂടാരത്തിൻ്റെ നിഴലും ദൃഷ്ടാന്തവുമാണെന്നുള്ള കാര്യമൊക്കെ പുറപ്പാട് പുസ്തകത്തിൽ നിന്നും എബ്രായ ലേഖനത്തിൽ നിന്നും ഒക്കെ നമ്മുടെ മുമ്പാകെ തുറന്നു വരികയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കൂടാരത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് മോശയ്ക്ക് ലഭിച്ച ബോധ്യത്തിൽ അതിൻ്റെ പണി ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണി ആരംഭിക്കുമ്പോൾ പുറപ്പാട് ദിവസം 25-ന്റെ 10 മുതൽ താഴേക്കുള്ള വാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ആ വിഷയം ചിന്തിച്ചു തുടങ്ങിയത്. എന്ന് വെച്ചാൽ അതായത് ഈ കൂടാരത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് മോശയ്ക്ക് ലഭിച്ച അളവിൻ പ്രകാരം ഇതിൻ്റെ നിർമ്മിതിയിൽ ആദ്യം നമ്മൾ കാണുന്നത് പെട്ടകത്തിൻ്റെ പണിയാണ്. പെട്ടകം അഥവാ ആർക്ക്. അങ്ങനെ പെട്ടകത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിലാണ് പുറപ്പാട് ദിവസം 25-ന്റെ 10 മുതൽ താഴേക്കുള്ള ആ വാക്യങ്ങളിൽ വിശദമായി ഈ കാര്യങ്ങളെ കാണുന്നത്. അതിൽ 10-ാം വാക്യം മുതൽ ഒരു 2-3 വാക്യങ്ങൾ വായിച്ച് നമ്മൾ മുൻപോട്ട് വരികയായിരുന്നു. ആ 10-ാം വാക്യം മുതൽ ഏതാണ്ട് ഒരു 22-ാം വാക്യം വരെ വരുന്ന ആ ഒരു പാരഗ്രാഫ്, മലയാളം ബൈബിളിലെ ആ ഒരു പാരഗ്രാഫ്, അത് മുഴുവനും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. എന്നാൽ അതിലെ ചില വാക്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. അതായത് ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണമെന്നും ആ പെട്ടകത്തിൻ്റെ അകത്തും പുറത്തും പൊന്നു പൊതിയണമെന്നും ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. അത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും കാണിക്കുന്നതും അതുപോലെ തന്നെ അവിടെ നിന്ന് വിശദമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ എപ്പിസോഡുകളിൽ അതൊക്കെയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പെട്ടകത്തെ മൂടുന്ന കൃപാസനത്തിന് മുകളിൽ 2 കെരൂബുകൾ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്. എന്നാൽ അത് പറയുന്നതിന് മുമ്പ് പെട്ടകത്തിനകത്ത് 3 വിശേഷപ്പെട്ട വസ്തുക്കൾ ഇരിപ്പുണ്ട്. അതിലൊന്നാമത് നമ്മൾ കണ്ടത് പൊൻപാത്രത്തിലിരിക്കുന്ന മന്നയാണ്. പൊൻപാത്രത്തിലിരിക്കുന്ന മന്ന, ആ വിഷയം നമ്മൾ 2-3 ആഴ്ച തന്നെ സംസാരിച്ചെന്നാണ് എൻ്റെ ഒരു ചിന്ത. കുറച്ച് വിശദമായി നമ്മൾ കണ്ടു ആ കാര്യം, മന്നയെക്കുറിച്ച്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതായിട്ട് ചിന്തിക്കേണ്ടിയിരുന്നത് നിയമത്തിൻ്റെ കൽപ്പലകയെക്കുറിച്ചാണ്. നിയമത്തിൻ്റെ കൽപ്പലകയെക്കുറിച്ച്. അത് കഴിഞ്ഞിട്ട് അഹറോൻ്റെ തളിർത്ത വഴിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. പൊൻപാത്രത്തിലിരിക്കുന്ന മന്ന കഴിഞ്ഞിട്ട് നമ്മൾ നിയമത്തിൻ്റെ കൽപ്പലക എന്ന വിഷയത്തിൽ 2 ആഴ്ച സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ വിഷയത്തിൽ നിന്ന് മാറി മറ്റു ചില കാര്യങ്ങളിലേക്ക് പോയത്. ഇന്ന് നമ്മൾ മടങ്ങി വരികയാണ്, അതേ സ്ഥാനത്തേക്ക് മടങ്ങി വരികയാണ്. പെട്ടകത്തിനകത്തിരിക്കുന്ന നിയമത്തിൻ്റെ കൽപ്പലക എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു, അതായത് ഇസ്രായേൽ ജനത്തിന് സൈനികളുടെ ദൈവമായ യഹോവ എത്ര പ്രാവശ്യം 10 കൽപ്പനകളെ കൊടുത്തു എന്നായിരുന്നു അന്ന് ചോദിച്ചത്. എത്ര പ്രാവശ്യം 10 കൽപ്പനകളെ കൊടുത്തു എന്ന്. അപ്പോൾ അന്ന് പലരും പലവിധമായ ഉത്തരങ്ങളാണ് പറഞ്ഞത്. എല്ലാവരുടെയും തലയ്ക്കകത്തിരിക്കുന്ന ചില ചിന്തകളുണ്ടല്ലോ. എന്നാൽ ഒരു സഹോദരൻ മാത്രമാണ് അന്ന് ക്ലിയർ ആയിട്ടുള്ളൊരു ആൻസർ പറഞ്ഞത്. ബഹുഭൂരിപക്ഷം പേരും 2 തവണയെന്ന് പറഞ്ഞു, ചിലർ 1 തവണയെന്ന് പറഞ്ഞു. അതായത് 2 തവണയെന്ന് പറയാനുണ്ടായ സാഹചര്യം, അതായത് മോശയ്ക്ക് കൽപ്പലക കൊടുത്ത് നമുക്കറിയാം, അത് ഉടച്ചു കളഞ്ഞു. പിന്നീട് വീണ്ടും ഒന്നുകൂടെ കൊടുത്തു. അത് വെച്ചിട്ടാണ് 2 പറഞ്ഞത്. 1 പറഞ്ഞവർ ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോശയ്ക്ക് 10 കൽപ്പന ഒരു പ്രാവശ്യമാണല്ലോ കൊടുത്തത്. അതിപ്പോൾ പലക ഉടച്ചു കളഞ്ഞാലും ഉടച്ചു കളഞ്ഞില്ലെങ്കിലും 1 പ്രാവശ്യം കൊടുത്തു. അതായിരുന്നു അവർ ചിന്തിച്ചത്. എന്നാൽ അതിൻ്റെ ശരിയായൊരു ഉത്തരത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മൾ കണ്ടെത്തിയത് 3 പ്രാവശ്യം എന്നുള്ളതാണ്. അതായത് ഈ വിഷയം നമ്മൾ ധ്യാനിച്ചു തുടങ്ങിയത് പുറപ്പാട് ദിവസം 19-ാം അധ്യായം തുറന്നുകൊണ്ടാണ്. ആ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശ പർവ്വതത്തിൽ കയറുന്നതും ഇറങ്ങുന്നതും വീണ്ടും കയറുന്നതും അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് വലിയവനായ ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുന്ന കാര്യമാണ്. കാഹളനാദത്തിനൊത്ത ശബ്ദം ഇസ്രായേൽ ജനം കേൾക്കുകയാണ്. അങ്ങനെ ആ കേട്ട കാര്യങ്ങൾ 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. അതായത് 10 കൽപ്പനകൾ അവർക്ക് വാമൊഴിയായി കൊടുക്കുകയാണ്. ഓറലായിട്ട് 10 കൽപ്പനകൾ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ചിന്തിച്ചത് മോശ പർവ്വതത്തിലേക്ക് കയറുന്നു. മോശ മാത്രമല്ല, മോശയോടുകൂടെ അഹ്റോനുണ്ട്, അതുപോലെ യോശുവയുണ്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിലുള്ള പ്രമാണിമാരുണ്ട്. അവരൊക്കെ പർവ്വതത്തിൻ്റെ ഒരു ഭാഗം വരെ കടന്നു പോകുന്നു. അവിടെ വെച്ച് അവർ ദൈവസന്നിധിയിൽ ഭക്ഷിച്ച് പാനം ചെയ്യുന്ന കാര്യവും ഒക്കെ പുറപ്പാട് ദിവസം 24-ാം അധ്യായത്തിലുണ്ട്. അതൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് മോശ വീണ്ടും പർവ്വതത്തിലേക്ക് ഉയരത്തിലേക്ക് കടന്നു പോവുകയാണ്.
അങ്ങനെ മോശ പർവ്വതത്തിൽ 40 പകലും 40 രാവും ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. അങ്ങനെ മോശ ന്യായപ്രമാണം കയ്യേറ്റു വാങ്ങുന്ന കാര്യമാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ സംക്ഷിപ്തമായ 10 കൽപ്പന കല്ലിൽ എഴുതി മോശയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ മുതലാണ് ഇനി നമുക്ക് പറഞ്ഞ് മുന്നോട്ട് വരേണ്ടത്. അതിന് പുറപ്പാട് ദിവസം 31-ാം അധ്യായം തുറന്ന് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യമായ 18-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എക്സോഡസ് ചാപ്റ്റർ 31 വേഴ്സ് 18. അത് നമുക്കൊന്ന് വായിക്കാം. അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകളായ സാക്ഷ്യപ്പലക രണ്ടും അവന്റെ പക്കൽ കൊടുത്തു. അപ്പൊ നമ്മൾ വായിച്ചു കേട്ടത് എന്താ? 31:18. അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകയായ സാക്ഷ്യപലക രണ്ടും മോശയുടെ പക്കൽ ഏൽപ്പിച്ചു. അതായത് പുറപ്പാട് ദിവസം 20-ാം അധ്യായം മുതൽ നമ്മൾ കണ്ടു വലിയവനായ ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിച്ച സംസാരത്തെക്കുറിച്ച്. അത് കഴിഞ്ഞിട്ടാണ് മോശ പിന്നെയും പർവ്വതത്തിൽ കയറിയ കാര്യവും പർവ്വതത്തിൽ 40 പകലും 40 രാവും യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശയായിരുന്നു. അങ്ങനെ ന്യായപ്രമാണം കയ്യേറ്റു വാങ്ങി അതിൻ്റെ സംക്ഷിപ്തമായ ഈ 10 കൽപ്പന കല്ലിലെഴുതിയത് വാങ്ങിയ കാര്യമാണ് ഇപ്പോൾ വായിച്ചത്. 31:18 വാക്യം. അത് കഴിഞ്ഞിട്ട് പിന്നീട് തൊട്ട് താഴെയുള്ള അധ്യായം എന്ന് പറയുന്നത് 32-ാം അധ്യായമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ഉറക്കത്തിൽ ഞെട്ടുന്ന അധ്യായമാണ് 32-ാം അധ്യായം. വല്ലാത്തൊരു അധ്യായമാണ്. അതിൻ്റെ ചരിത്രം നമുക്കറിയാം. അവർ ഈ കാര്യങ്ങളൊക്കെ കേട്ടതാണ്. ദൈവസാന്നിധ്യം അവർ മനസ്സിലാക്കി, ദൈവ ശബ്ദം അവർ കേട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ട് മിസ്രൈമിൻ്റെ ഒരു തുക്കട കാളക്കുട്ടിയെ അവരുണ്ടാക്കിയിട്ട് പറയാണ്, ഇതാണ് ഞങ്ങളുടെ യഹോവയെന്ന്. ഈ ഇസ്രായേൽ ജനത്തിന് ഒരു ബോധമില്ലാത്ത രീതിയിൽ അവർ പെരുമാറി. സാധാരണ വചനം ആഴത്തിൽ ഗ്രഹിക്കാത്ത ആളുകൾ വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത്ര ഗൗരവം മനസ്സിലാകില്ല. നമ്മെ സംബന്ധിച്ച് ഇതിൻ്റെ ഗൗരവം എങ്ങനെയാണ് വരുന്നത്? നമ്മൾ 19-ാം അധ്യായം മുതൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷത കാണുകയാണ്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്, ദൈവം അവരോട് ഇടപെടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. അത് മാത്രമല്ല, അതിൻ്റെ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുവരെയുള്ള സമയത്ത് അവർ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് കണ്ടവരാണ്. എലീമിലാകട്ടെ, റെഫിദീമിലാകട്ടെ, മാറയിലാകട്ടെ, അല്പം കൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ചെങ്കടൽ പിളരുന്നത് അവർ കണ്ടതാണ്. മോശയുടെ കരത്തോടുകൂടെ വലിയവനായ ദൈവത്തിൻ്റെ കരം ചേർത്ത് വെച്ച് ചെങ്കടൽ രണ്ടായി വിഭാഗിച്ച് അവരെ നേർനിലത്തിലൂടെ മുന്നോട്ട് നയിച്ചതൊക്കെ കണ്ടതല്ലേ? പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും സഞ്ചരിക്കുകയായിരുന്നു. അത് തന്നെയല്ല, മിസ്രൈമിൽ നിന്ന് അവർ പുറപ്പെടുന്നത് പെസഹായി ചോരത്തളി ആചരിച്ചാണ്. സംഹാരകൻ കടന്നു വന്ന ആ സന്ധ്യാസമയം, അതൊക്കെ അവർക്ക് മനസ്സിലായ കാര്യങ്ങളല്ലേ? അതിനും അല്പം കൂടെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ 10 ബാധകൾ അയച്ചത് അവർ കണ്ടതാണ്. കുറച്ചും കൂടെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ മോശയും അഹ്റോനും കൂടി ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്നതും ഫറവോനോട് കാര്യങ്ങളെ പറഞ്ഞ് എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറഞ്ഞ ആ ഒരു സമയമുണ്ട്. അവിടെ മോശ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നതും, അത് തന്നെയല്ല മിസ്രൈമിലും വടി നിലത്തിട്ടപ്പോൾ സർപ്പമായി തീർന്നെങ്കിലും മോശയുടെ സർപ്പം ആ സർപ്പത്തെയൊക്കെ വിഴുങ്ങിക്കളഞ്ഞു. അതായത് കാളക്കുട്ടി ദൈവത്തിൻ്റെ കാര്യപരിപാടികളൊന്നും ഇവിടെ നടപ്പില്ലെന്നുള്ളത് അവർ കണ്ണാലെ കണ്ടവരല്ലേ? അനവധിയായ കാര്യങ്ങൾ. അത് തന്നെയല്ല, ആ സമയത്ത് നമ്മൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഇവരുടെ പൂർവ്വപിതാവായ അബ്രഹാമിന് വലിയവനായ ദൈവം പ്രത്യക്ഷപ്പെട്ടതും അങ്ങനെ അബ്രഹാമിലൂടെ ജനത്തെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സമൂഹമായിട്ട് മാറ്റിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും വെളിപ്പെട്ട ദൈവം കാളക്കുട്ടി ദൈവമാണോ? അവരാരെങ്കിലും കാളക്കുട്ടിയെ സേവിച്ചവരാണോ? അവരുടെ പിതാക്കന്മാരിൽ നിന്ന് വാമൊഴിയായിട്ട് അവർക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം അവർ കേട്ടിരുന്നോ? ഒരിക്കലും കേട്ടിട്ടില്ല. എന്നിട്ടും സുബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ആത്മാവായ ദൈവത്തെ സേവിച്ചു പോയതൊരു അബദ്ധമായി തോന്നിയതുകൊണ്ട് അവരെ കെട്ടഴിച്ചു വിട്ട് അവരെ പരസ്യ കോലമാക്കി തീർത്തു. അത് തന്നെയല്ല, ദൈവിക ന്യായവിധി അവരുടെ മേൽ വരുന്നൊരു കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. അതാണ് പുറപ്പാട് ദിവസം 32-ാം അധ്യായം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത്. അതൊന്ന് ഓർത്തത് കൊണ്ടാണ് ഞാൻ 2 വാക്ക് ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, 31-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ നമ്മൾ കണ്ടു മോശ സന്തോഷത്തോടെ കൽപ്പലക കയ്യേറ്റു വാങ്ങി. എന്നിട്ട് താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്ന വരവാണല്ലോ, ആ വരവിലാണ് ചില ഗാനപ്രതിഗാനങ്ങളൊക്കെ കേൾക്കുന്നതും. അങ്ങനെ താഴേക്ക് വന്നപ്പോൾ തനിക്ക് മനസ്സിലായി ഇത് എന്തിൻ്റെ ആരവാരവമാണ്. ഈ പൊടി പറക്കുന്നത് എന്തിൻ്റെ ആരവാരവമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇത് എന്തിൻ്റെ മുമ്പിൽ കിടന്നുള്ള തുള്ളലാണെന്നുള്ളത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മോശയുടെ കോപം ജ്വലിച്ചു അല്ലേ?
മോശയുടെ കോപം ജ്വലിച്ചു എന്നൊക്കെ നമുക്കറിയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് പുറപ്പാട് ദിവസം 32-ന്റെ 15-16 വാക്യവും കൂടി ഒന്ന് വായിക്കാം. പുറപ്പാട് ദിവസം 32-ന്റെ 15-16 വാക്യം. എക്സോഡസ് ചാപ്റ്റർ 32 വേഴ്സ് 15 and 16. മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്നും ഇറങ്ങി, സാക്ഷ്യത്തിന്റെ പലക രണ്ടും അവന്റെ കയ്യിലുണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവുമായ ഇരുവശത്തും എഴുതിയതായിരുന്നു. പലക ദൈവത്തിന്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമായിരുന്നു. അപ്പൊ നമ്മൾ 31-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ മോശ കൽപ്പലക കയ്യേറ്റു വാങ്ങിയ കാര്യം കണ്ടു. അത് കഴിഞ്ഞിട്ട് 32-ന്റെ 15-16 ഇപ്പോൾ വായിച്ചത്. മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്നിറങ്ങി, സാക്ഷ്യത്തിന്റെ പലക രണ്ടും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുത്തുള്ളതായിരുന്നു. പലക ദൈവത്തിന്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമായിരുന്നു. പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തായിരുന്നു. അതുമായിട്ടാണ് മോശ താഴേക്ക് വരുന്നത്. അപ്പോൾ ആ താഴേക്ക് വന്ന കാര്യമാണ് അല്പം മുമ്പ് ഞാൻ പറഞ്ഞത്. പാളയത്തിൽ കേട്ട ആരവാരവങ്ങൾ, അതുപോലെ അവിടെ പാറിപ്പറക്കുന്ന പൊടിപടലങ്ങൾ, ആ പ്രൈസ് ആൻഡ് വർഷിപ്പ്, ആ ഗാനപ്രതിഗാനങ്ങൾ, അത് എന്തിൻ്റെ പേരിലാണെന്നുള്ളതൊക്കെ മോശയ്ക്ക് മനസ്സിലായി. അങ്ങനെ മോശ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അതിൻ്റെ 19-ാം വാക്യം നമുക്ക് വായിക്കാം. 19-ാം വാക്യം വേഴ്സ് 19. അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. 19-ാം വാക്യമാണ് വായിച്ചത്. അതിലൂടെ കണ്ടത് എന്താ? അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. കാളക്കുട്ടിയെയും കണ്ടു, നൃത്തങ്ങളെയും കണ്ടു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചില നൃത്തങ്ങൾ കാണാറുണ്ട്. അപ്പം ലിറ്ററലി അവിടെ കാളക്കുട്ടിയെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ടാവില്ല. എന്നാൽ ആത്മാവിൽ കാര്യങ്ങളെ ദർശിക്കുന്ന ദൈവദാസന്മാർക്ക് കാളക്കുട്ടിയെ കാണാൻ പറ്റും. ആത്മാവിൽ കാര്യങ്ങളെ ദർശിക്കുന്ന, വിവേചിക്കുന്ന ദൈവദാസന്മാർക്ക് ഈ നൃത്തങ്ങളുടെ ഇടയിൽ കാളക്കുട്ടിയെ കാണാൻ കഴിയും. കാരണം പ്രമാണപ്രകാരമല്ലാത്ത നൃത്തങ്ങളും പ്രമാണപ്രകാരമല്ലാത്ത പ്രൈസ് ആൻഡ് വർഷിപ്പുകളിലൊന്നും സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കില്ല. അത് മനസ്സിലാക്കാതെയാണ് പലരും പല ആത്മാക്കളാൽ പിടിക്കപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അവരത് അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രമാണ ലംഘനം നടക്കുകയാണ്. പ്രമാണം ഉടയപ്പെടുകയാണ്. പ്രമാണത്തിൽ എങ്ങനെയാണോ ആരാധനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പ്രമാണത്തിൽ എങ്ങനെയാണോ ദൈവസന്നിധിയെ സമീപിക്കേണ്ടത്, അതുപോലെ തന്നെയല്ലാതെ അങ്ങനെയല്ലാതെ ദൈവസന്നിധിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ അത് ന്യായവിധിക്ക് കാരണമാകുമെന്നുള്ളത് പലരും മറന്നുപോയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. എനിവേ, 31-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ മോശ കൽപ്പലക കയ്യേറ്റുവാങ്ങി. അത് കയ്യേറ്റുവാങ്ങി താഴേക്ക് വരുന്ന സമയത്ത് തൻ്റെ സഹോദരനായ അഹറോൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ വലിയ ജനറൽ കോൺഫറൻസ് നടക്കുന്നത്. പാളയത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ടാണെന്ന് മാത്രം. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചെന്നും താൻ ഈ കൽപ്പലക ഉടച്ചു കളഞ്ഞു എന്നുമാണ് വായിച്ചത്, അല്ലേ? മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അത് പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് അവർക്ക് വാമൊഴിയായിട്ട് 10 കൽപ്പന കൊടുത്തു. അത് കഴിഞ്ഞ് കൽപ്പലകയിൽ എഴുതി മോശയുടെ കയ്യിൽ ഏൽപ്പിച്ച കാര്യമാണ് ഇപ്പോൾ വായിച്ചത്. പിന്നീട് താഴ്വരയിലുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവിടെ ദൈവിക ന്യായവിധി കടന്നു വന്നു. അന്ന് ഏകദേശം 3000-ഓളം പേര് പട്ടുപോയി. അതൊക്കെ കഴിഞ്ഞിട്ട് മോശയെ വീണ്ടും പർവ്വതത്തിലേക്ക് ക്ഷണിക്കുകയാണ്, അല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് യഹോവ ദൈവം മോശയെ വീണ്ടും പർവ്വതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതാണ് 34-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 34-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ചാപ്റ്റർ 34 വേഴ്സ് 1. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചെന്നാൽ, മുമ്പിലത്തെ പോലെ 2 കൽപ്പലക ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചിട്ടളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. 31-ാം അധ്യായത്തിൽ മോശ കയ്യേറ്റു വാങ്ങി എന്ന് നമ്മൾ കണ്ട ആ കൽപ്പലക ഉടച്ചു കളഞ്ഞല്ലോ. വീണ്ടും മോശ പർവ്വതത്തിലേക്ക് കയറുകയാണ്. അങ്ങനെ പർവ്വതത്തിൽ 40 പകലും 40 രാവും ദൈവസന്നിധിയിലായിരിക്കുകയാണ്. അവിടെ വെച്ച് ദൈവത്തിൻ്റെ കയ്യാൽ എഴുതിയ ഈ കൽപ്പനകൾ കൽപ്പലകയിൽ മോശ വീണ്ടും കയ്യേറ്റു വാങ്ങുകയാണ്. അതാണ് 34-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതായത് ന്യായപ്രമാണത്തിൻ്റെ സംക്ഷിപ്തമായ 10 കൽപ്പനയാണ് മോശ കയ്യേറ്റു വാങ്ങുന്നത്. ശ്രദ്ധിക്കണം, ന്യായപ്രമാണത്തിൻ്റെ സംക്ഷിപ്തമായ 10 കൽപ്പനയാണ് മോശ കയ്യേറ്റു വാങ്ങുന്നത്. ന്യായപ്രമാണത്തിൽ 613 കൽപ്പനകളുണ്ട്. അതായത് 613 കമാൻഡ്മെൻറ്റ്സ്, 613 കൽപ്പനകൾ. ആ 613 കൽപ്പനകളെയാണ് നമ്മൾ
10 കൽപ്പന എന്നുള്ള നിലയിൽ സംക്ഷിപ്തമായി കാണുന്നത്, അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം. ഇനി ഈ ന്യായപ്രമാണത്തെ തന്നെ നമുക്ക് 3 തിരിക്കാം. അപ്പോൾ ഈ ന്യായപ്രമാണത്തെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാമെന്ന് പറഞ്ഞു. അതിലെ ആദ്യത്തെ ഭാഗത്തെ നമ്മൾ പറയുന്നത് അതിലെ ധാർമ്മിക നിയമങ്ങൾ അഥവാ മോറൽ ലോസ് എന്നുള്ള നിലയിലാണ് എടുക്കുന്നത്. അപ്പോൾ ആ ധാർമ്മിക നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പുറപ്പാട് ദിവസം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെയാണ് നമ്മൾ ഈ ധാർമ്മിക നിയമങ്ങൾ എന്നുള്ള നിലയിൽ പരിഗണിക്കുന്നത്. പേനയും പേപ്പറും ഉള്ളവരത് കുറിച്ചു വെക്കുക. ന്യായപ്രമാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 613 കൽപ്പനകളുണ്ട്. ആ 613 കൽപ്പനകളെ നമ്മൾ 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. അതിലെ ആദ്യത്തെ ഭാഗത്തെ നമ്മൾ ധാർമ്മിക നിയമങ്ങൾ എന്നുള്ള നിലയിലാണ് പരിഗണിക്കുന്നത്, അഥവാ മോറൽ ലോസ്. അതിനോടുള്ള ബന്ധത്തിലുള്ള റെഫറൻസാണ് പറഞ്ഞത്. പുറപ്പാട് ദിവസം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളെയാണ് ഈ മോറൽ ലോസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം. അത് കഴിഞ്ഞിട്ട് അതിന് 2-ാം ഭാഗമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്, അതായത് ന്യായപ്രമാണത്തെ 3 ഭാഗമായിട്ട് തിരിച്ചെന്ന് പറഞ്ഞല്ലോ, അതിലെ 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് അവരുടെ പൗര നിയമങ്ങൾ അഥവാ സിവിൽ ലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ലേവ്യ പുസ്തകം 11-ാം അധ്യായം മുതൽ അതിൻ്റെ 15-ാം അധ്യായം വരെയും. അപ്പോൾ അവരുടെ പൗര നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറിക്കാൻ പോകുന്ന ലേവ്യ പുസ്തകം 11-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെയും 17-ാം അധ്യായം മുതൽ 20-ാം അധ്യായം വരെയാണ്. ഇവിടെയാണ് സിവിൽ ലോസ് എല്ലാം പറയുന്നത്. അതിൻ്റെ വിശദീകരണത്തിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ സഹോദരങ്ങളെ, ഇത് മുഴുവനുമായിട്ട് നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല. ഇതിങ്ങനെ കമ്പി വാചകത്തിൽ പറഞ്ഞു പോവുകയേ ഇപ്പോൾ തൽക്കാലം പറ്റത്തുള്ളൂ. കാരണം നമ്മൾ സമാഗമന കൂടാരത്തെക്കുറിച്ച് വീണ്ടും ഇങ്ങനെ ചിന്തിച്ചു വരികയായിരുന്നു. അങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ നമ്മൾ ഈ തവണ ആദ്യം ചിന്തിക്കാനായിട്ട് എടുത്തത് പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തെ മുൻനിർത്തി പെട്ടകത്തെക്കുറിച്ചാണ്. പെട്ടകത്തെക്കുറിച്ച് പറഞ്ഞ് പിന്നീട് അതിൻ്റെ അനുബന്ധമായ കാര്യങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അതായത് 25-ാം അധ്യായം 26-ാം അധ്യായം അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നിലയാണ് ഈ തവണ നമ്മൾ അവലംബിച്ചിരിക്കുന്നത്. മുൻകാലത്ത് നമ്മൾ ഈ വിഷയം ചിന്തിച്ചപ്പോൾ എങ്ങനെയാണ് ചിന്തിച്ചത്? സമാഗമന കൂടാരത്തിൻ്റെ ഒരു പിക്ചർ മുൻനിർത്തിക്കൊണ്ട്, ആ പിക്ചർ കണ്ടുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. പിക്ചറിൽ ആദ്യം കാണുന്നത് എന്താ? വാതിലാണ്. അതുകൊണ്ട് അന്ന് നമ്മൾ വാതിലിനെ കുറിച്ച് സംസാരിച്ചു, അഥവാ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു വന്നു. അങ്ങനെ സുവിശേഷ കേൾവി ഒരുവൻ്റെ കണ്ണ് തുറന്ന് അവൻ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ആദ്യം കാണുന്നത് കത്തുന്ന ഒരു യാഗപീഠമാണെന്ന് കണ്ടു. അഥവാ കാൽവറിയിലെ ക്രൂശ് എന്ന ബലിപീഠത്തെ കണ്ടുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഈ സമയത്ത് നമ്മൾ നേരെ തിരിച്ചാണ് വന്നത്. പെട്ടകത്തിൽ നിന്നാണ് നമ്മൾ ഈ തവണ ആരംഭിച്ചത്. അങ്ങനെ പെട്ടകത്തെക്കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു പറയാണ്. അതായത് ഈ ഒരു വിഷയം, ഏത് വിഷയം? ടാബർനാക്കിൾ എന്ന് പറയുന്നൊരു വിഷയം നമ്മൾ വീണ്ടും ധ്യാനിച്ച് അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 66 പുസ്തകങ്ങളിലും കയറി ഇറങ്ങേണ്ടതുണ്ട്. 66 പുസ്തകങ്ങളിലും കയറി ഇറങ്ങേണ്ടതുണ്ട്. അതിലൂടെ നമുക്ക് ദൈവസഭയെക്കുറിച്ചും നമ്മുടെ കർത്താവിൻ്റെ ഇഹലോക ജീവിതത്തെക്കുറിച്ചും അതുപോലെ സഭയുടെ ഭാവി മഹത്വത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലേക്കും ശ്രദ്ധ പോകും. ഇത്തരം വിഷയങ്ങൾ നമ്മളിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിലൂടെ ചിലപ്പോൾ കാടയൊക്കെ പറന്നു പോയിന്നിരിക്കും. നമ്മൾ മൈൻഡ് ചെയ്യില്ല കാടയൊക്കെ പറന്നു പോയാൽ. കാരണം പൊഴിയുന്ന മന്നായിലാണ് നമ്മുടെ ശ്രദ്ധ. രാത്രിയിൽ മന്ന പൊഴിയുന്നു, പുലർകാലത്ത് നമ്മൾ ആ മന്ന പെറുക്കുന്നു. മന്ന പെറുക്കുന്നവരോട് എത്ര പേര് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും പുലർകാലത്ത് മന്ന പെറുക്കണം. പെറുക്കി പിന്നീട് അധ്വാനമുണ്ട്. അത് ഇടിച്ച് പൊടിച്ച് പിന്നെ അത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈസിയൊന്നുമല്ല. ഇച്ചിരി അധ്വാനമൊക്കെ ഉണ്ട്. ഇച്ചിരി അധ്വാനിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ പോഷണം ലഭിക്കുകയുള്ളൂ. അല്ലാത്തവരോ? അപ്പോൾ അല്ലാത്തവരുടെ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? അല്ലാത്തവരൊക്കെ ഈ കൂട്ടുകെട്ടിൽ ഇങ്ങനെ അങ്ങ് പോകും. ഒഴുക്കിൻ്റെ കൂട്ടത്തിൽ ഒഴുകി അങ്ങ് പോകും. അല്ലാതെ ഒഴുക്കിനെതിരെ നിൽക്കേണ്ട സമയമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒഴുകിപ്പോയിന്നിരിക്കും, ചിലപ്പോൾ അങ്ങ് ഒഴുകിപ്പോവും. ഇന്നലെ ലോത്തും സോതോമുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞല്ലോ. സോതോം നിവാസികൾ ഏറ്റവും മ്ലേച്ഛന്മാരായിരുന്നു. ആ മ്ലേച്ഛന്മാരുടെ നടുവിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനുള്ളൊരു അവസരം ലോത്തിനും കുടുംബത്തിനും ലഭിച്ചു. അതിനോടുള്ള ബന്ധത്തിൽ 2 കൂട്ടം ആൾക്കാരെ കാണുകയായിരുന്നു. അതായത് സോതോം നിവാസികളെ നമുക്കവിടെ കാണാം, ലോത്തിനെ കാണാം, ലോത്തിൻ്റെ ഭാര്യയെ കാണാം, ലോത്തിൻ്റെ പെൺമക്കളെ കാണാം. കൂട്ടത്തിൽ ലോത്തിൻ്റെ പെൺമക്കൾക്ക് വേണ്ടി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ആ മരുമക്കളെയും കാണാം. ഈ മൊത്തത്തിൽ കണ്ട ഈ ആളുകളെ എല്ലാം കൂടി നമുക്ക് 2 ഗ്രൂപ്പായിട്ട് നിർത്താം. ഒരു കൂട്ടം ആൾക്കാരെ സംബന്ധിച്ച് അവരാ ഉള്ള സാഹചര്യത്തിൽ മുൻപോട്ട് പോവുകയാണ്. അവർ കാര്യങ്ങളെയൊക്കെ കേട്ടെങ്കിലും അവർക്ക് അതിൻ്റെ ഒരു ഗൗരവമായിട്ട് തോന്നിയില്ല. അവർ കേട്ട കാര്യങ്ങളെ ഒരു ഗൗരവമായിട്ട് അവർക്ക് തോന്നിയില്ല. ഓടിപ്പൊക്കോളാനല്ലേ പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ നിന്ന് ഓടിക്കോ, ദൈവിക ന്യായവിധി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മരുമക്കൾ പറയാ, ഡാഡി ചുമ്മാ തമാശ പറയാതിരിക്കൂ,
ഏതാ? ലോത്ത് ഡാഡിയോട് പറയാണ്, തമാശ പറയില്ലേ രാവിലെ തന്നെ, വിട്ടുകളാ കാര്യം, ഓടുന്നവരൊക്കെ ഓടിക്കും, ഞങ്ങൾ ഏതായാലും ഈ ഉള്ള പഞ്ചായത്തിൽ ഇവിടെ ഇങ്ങനെ പോവുകയാണ്, അത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും ലോത്ത് വല്ല പ്രകാരത്തിലും ഭാര്യയും പെൺമക്കളെയൊക്കെ ഉന്തി തള്ളി ഓടിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഓടി പോകുന്നതിനിടയ്ക്ക് ആരൊക്കെയോ എവിടെയൊക്കെയോ നിന്ന് പറഞ്ഞു, ഈ ഓട്ടമൊക്കെ അബദ്ധമായി തീരും, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന സ്വതം നോക്കൂ, പച്ചപ്പ്, ഇത്രയും പച്ചപ്പ് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഈ പച്ചപ്പൊക്കെ അനുഭവിച്ച് ഇതൊക്കെ ആസ്വദിച്ച് അത്യാവശ്യം ഇതൊന്നും വിലക്കിയിട്ടില്ലെന്നേ, ഇതിനൊക്കെ വാക്യം എവിടെയാ? വിലക്കിയിട്ടുണ്ടെന്നൊക്കെ, ഇതൊന്നും ആവശ്യമില്ല എന്നൊന്നും വാക്യങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആരാണ്ടൊക്കെ എന്താണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലോത്തിൻ്റെ പെമ്പിള അത് കേട്ട് തിരിഞ്ഞു നോക്കി. പുള്ളിക്കാരി എന്തായാലും ചരിത്രത്തിൻ്റെ ഭാഗമായി കേട്ടോ. വേറെ പല സ്ത്രീകൾക്ക് ലഭിക്കാത്തൊരു ഭാഗ്യപദവിയാണ് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ചത്. പുള്ളിക്കാരിയെക്കുറിച്ച് ഇന്നും സുവിശേഷം അറിയിക്കുന്ന ഇടങ്ങളിലൊക്കെ സംസാരിക്കുകയല്ലേ, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒട്ടും മോശമാക്കിയില്ല പുള്ളിക്കാരി. അങ്ങനെ തന്നെ ഓടിപ്പോയി, ലക്ഷ്യത്തിലെത്തി. മക്കളെയൊക്കെ എവിടെയെങ്കിലും കെട്ടിച്ചു വിട്ട് പിന്നെ പ്രായമായി അങ്ങ് മരിച്ചു പോയായിരുന്നെങ്കിൽ ലോത്തിൻ്റെ ഭാര്യ ആരും അറിയില്ല, ഓർക്കുകയില്ല. പുള്ളിക്കാരി ബുദ്ധിയുള്ള ആളാണ്. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമാകണമെന്നുള്ളൊരു തീരുമാനത്തിൽ പുള്ളിക്കാരി എത്തിച്ചേർന്നുകൊണ്ടാണ് ഒന്ന് തിരിഞ്ഞു നോക്കാമെന്ന് വെച്ചത്. എനിവേ പറഞ്ഞു വന്നത്, അവിടെയും രണ്ടു കൂട്ടം ആൾക്കാരെ നമ്മൾ കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ ചുറ്റുപാട് ഇതുപോലെ രണ്ടു കൂട്ടം ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇതിനിടയിൽ നിങ്ങളോടൊന്ന് പറയാനായിട്ട് താല്പര്യപ്പെട്ടത്. അതായത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ ആഴങ്ങളാണ്, ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഈ പുസ്തകത്തിലെമ്പാടും നമ്മളിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ വരുമ്പോൾ അനവധിയായ കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ വെളിപ്പെട്ട് വരും. ഇതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായി പോഷണമായി മാറേണ്ടതുണ്ട്. അതിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇതിനകത്ത് എല്ലാ വിഷയങ്ങളും പറയാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആ കാര്യങ്ങളെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കടന്നങ്ങനെ മുന്നോട്ട് പോകാം, അത്ര തന്നെ. അപ്പം രണ്ടാമത്തെ കാര്യം പറഞ്ഞു, സിവിൽ ലോസുമായി ബന്ധപ്പെട്ട് അഥവാ പൗര നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെടുന്ന ചാപ്റ്ററുകളിലാണ് അതിൻ്റെ പഠനങ്ങൾ കിടക്കുന്നത്. അതൊക്കെ കുറച്ച് ദൈവസന്നിധിയിൽ തന്നെ ഇരുന്ന് നിങ്ങൾ ധ്യാനിക്കുക, അത്ര തന്നെ. അതായത് മൂന്നാമത് നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് അവരുടെ സെറിമോണിയൽ ലോയെക്കുറിച്ചാണ്. അതായത് ആചാരപരമായി അവർക്ക് കൊടുക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ അഥവാ അവരുടെ ആത്മീയ വിഷയങ്ങളുമായി കണക്റ്റഡ് ആയ കാര്യങ്ങൾ, അങ്ങനെ ചിന്തിക്കാം. ആത്മീയ വിഷയങ്ങളുമായി കണക്റ്റഡ് ആയ കാര്യങ്ങൾ എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട റഫറൻസുകൾ എന്ന് പറയുന്നത് പുറപ്പാട് ദിവസം 25 മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ. അത് കഴിഞ്ഞ് ലേവ്യ പുസ്തകം 1 അധ്യായം മുതൽ 8 അധ്യായം വരെ, ലേവ്യ പുസ്തകം 1 അധ്യായം മുതൽ 8 അധ്യായം വരെയുള്ള ഭാഗങ്ങൾ. അത് കഴിഞ്ഞിട്ട് ലേവ്യ പുസ്തകം 21, 23 അധ്യായങ്ങൾ. എങ്ങനെയാ? അത് കഴിഞ്ഞിട്ട് ലേവ്യ പുസ്തകം 21, 23 അധ്യായങ്ങൾ. അപ്പം ഈ പറയപ്പെട്ട അധ്യായങ്ങളിലെല്ലാം അവരുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിനെക്കുറിച്ച് ചുരുക്കി പറഞ്ഞ് ഇങ്ങനെ പറയാം. ഈ ചാപ്റ്ററുകളിലാണ് സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള പഠനം, പൗരോഹിത്യത്തെക്കുറിച്ചുള്ള പഠനം, അതുപോലെ യാഗങ്ങളെക്കുറിച്ചുള്ള പഠനം, അതുപോലെ അവരുടെ ഉത്സവങ്ങൾ അഥവാ ഫീസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളെല്ലാം വരുന്നത് ഇത്രയും ചാപ്റ്ററുകളിൽ നിന്നാണ്. ഈ പറയപ്പെട്ട ചാപ്റ്ററുകളിലാണ് ആത്മീയ വിഷയങ്ങൾ തുറന്നു വരുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിലെ 613 കൽപ്പനകളെ നമ്മൾ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചു. അതിൽ ആദ്യത്തേത് അവരുടെ മോറൽ ലോസ്, രണ്ടാമത്തെ അവരുടെ സിവിൽ ലോസ്, പിന്നീടുള്ളത് അവരുടെ സെറിമോണിയൽ ലോസ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാ ചാപ്റ്ററുകളിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾ അന്വേഷിക്കുക, മനസ്സിലാക്കുക, അത്ര തന്നെ. അതായത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപസംബന്ധിയായ കാര്യങ്ങൾ, അകൃത്യ സംബന്ധമായ കാര്യങ്ങൾ, അതിനൊക്കെയാണ് ഈ യാഗങ്ങൾ വെച്ചിരിക്കുന്നത്, അതിനൊക്കെയാണ് ഈ പരിഹാര ക്രിയകൾ വെച്ചിരിക്കുന്നത്. എന്നാൽ മനഃപൂർവ്വമായി പാപം ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് യാഗങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇതിനോട് ചേർത്തൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഇവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം ഈ കാര്യങ്ങളെ ധരിപ്പിക്കണം. ഏത് ഈ 613 കൽപ്പനകളുമായി ബന്ധപ്പെട്ട സിവിൽ ലോസും അതുപോലെ മോറൽ ലോസും സെറിമോണിയൽ ലോസും ഒക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന എന്ത് പ്രായമായിരിക്കും? ഒരു 10-12 വയസ്സിൽ താഴെയുള്ളതിനെയെല്ലാം കുഞ്ഞുങ്ങളെന്ന് വിളിക്കാം. ഒരു 19 വയസ്സിൽ താഴെയുള്ളതിനെയെല്ലാം ബാലകന്മാരെന്നുള്ള നിലയിൽ പരിഗണിക്കാം. അപ്പോൾ ഒരു 19 വയസ്സിൽ താഴെയുള്ളതിനെ എല്ലാം കൂടി അങ്ങ് ചേർത്ത് നമുക്കങ്ങ് ചിന്തിക്കാം. അവരുടെ തലമുറകളെ ഈ കാര്യങ്ങളെ അഭ്യസിപ്പിക്കണം. അവരുടെ തലമുറകളെ ഈ കാര്യങ്ങളെ അറിയിക്കണം, ബോധ്യപ്പെടുത്തണം, പഠിപ്പിക്കണം. സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇന്നുള്ളതുപോലെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ
ഏറ്റവും ടഫായിട്ടുള്ള ഈ കാര്യങ്ങൾ അവരുടെ തലമുറകളെ അറിയിക്കണമെന്ന്. അതായത് അവരുടെ 30 വയസ്സിന് മേലെ പ്രായമുള്ള വലിയ മിടുക്കന്മാരെ അറിയിക്കുന്ന കാര്യമല്ല, അവരുടെ കുഞ്ഞുങ്ങളെ അറിയിക്കണം. അവരുടെ കുഞ്ഞുങ്ങളെ ഈ കാര്യങ്ങളെ അറിയിക്കണമെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഈ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുമോ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 1-2 റെഫറൻസ് വായിക്കാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം, ഡിയോട്രോണമി ചാപ്റ്റർ 4. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം ആദ്യം ഒന്ന് വായിക്കാം. 9-10 വാക്യം. അന്നാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിക്കുവാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിലുണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട് ജനത്തെ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക, ഞാൻ എന്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിച്ചുവല്ലോ. 9-10 വാക്യങ്ങൾ ഇച്ചിരി ദീർഘമാണ്. ആ 2 വാക്യത്തിലൂടെ നമ്മൾ കണ്ടത് അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും ദൈവത്തെ ഭയപ്പെടണം. അങ്ങനെയല്ലേ വായിച്ചത്? അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിച്ചുവല്ലോ. അപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തെ ഭയപ്പെടണം, അവരുടെ തലമുറകളും അതേ പാത സ്വീകരിച്ചു വരണം. അതുകൊണ്ട് തലമുറകളെ ഇത് പഠിപ്പിക്കണമെന്നുള്ളതാണ് പറയുന്നത്. ഇനി അതിൻ്റെ 6-7 വാക്യം കൂടെ വായിച്ചേ. ചാപ്റ്റർ 4 വേഴ്സ് 6 and 7. അവയെ പ്രമാണിച്ച് നടക്കുകയും ഇത് തന്നെയല്ലോ ജാതിയുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? അതായത് ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി വേറെ ഏതുള്ളൂ എന്നാണ് 7-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? അപ്പോൾ ആ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ചും നിങ്ങളും നിങ്ങളുടെ തലമുറകളും അറിയണം. 2 കൂട്ടരും അറിയണമെന്നല്ലേ നമ്മൾ വായിച്ചതെന്ന് മനസ്സിലായത്. അപ്പോൾ ഇപ്പം നമ്മൾ വായിച്ച ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം അത് യഹൂദന്മാരുമായി ബന്ധപ്പെട്ടല്ലേ, ഇസ്രായേലിയരുമായി ബന്ധപ്പെട്ട് അവിടെ അവസാനിക്കുകയാണോ? ആ വാക്യത്തിന് ഇന്ന് പ്രസക്തി ഉണ്ടോ ഇല്ലയോ? ആ വാക്യത്തിന് ഇന്ന് പ്രസക്തി ഉണ്ടോ ഇല്ലയോ? അന്ന് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ സന്നിധിയിൽ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങൾ എന്നെ ഭയപ്പെടണം, നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പഠിക്കണമെന്നാണ് പറഞ്ഞത്. അത് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, അത് വലിയവരോടും കുഞ്ഞുങ്ങളോടുമുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്. വളരെ ഗൗരവമായിട്ടാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. അതായത് ബാല്യം മുതലേ കുട്ടികളെ ഈ കാര്യങ്ങളെ അഭ്യസിപ്പിക്കുക. ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് ശലോമോൻ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അവനത് വിട്ടുമാറില്ലെന്ന്. സൂചനകൾ ഇവിടെ നിന്നാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ശലോമോൻ സദൃശവാക്യം എഴുതുമ്പോൾ ഈ ബോധ്യങ്ങൾ ഉള്ളിലുണ്ടല്ലോ, ഈ ബോധ്യങ്ങളെയാണ് പരുവപ്പെടുത്തി അവിടെ കൊണ്ടുവരുന്നത്. ബാല്യം മുതൽ അവരെ അറിയണം. അപ്പം ഞാൻ കാതലായൊരു ചോദ്യത്തിലേക്ക് വരാം. അതായത് ഈ 613 കൽപ്പനകളുമായിട്ട് ബന്ധപ്പെട്ട് അതിന് 3ആയിട്ട് നമ്മൾ തിരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലായത് ചില്ലറ കാര്യമല്ലെന്ന്. ഈ കാര്യങ്ങളെല്ലാം ഇസ്രായേൽ ജനം തങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, മക്കൾ പഠിക്കുകയും വേണം. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മളോ നമ്മുടെ തലമുറകളോ ഈ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് വല്ലതും മനസ്സിലാവുമോ? ഈ കാര്യങ്ങളെക്കുറിച്ചേ നമ്മുടെ ആളുകളും വായിച്ചു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാനാ? പലർക്കും പലതും മനസ്സിലാകുന്നില്ല. അതിന് അവർ പറയുന്ന ന്യായം എന്നാണെന്നറിയാമോ? അത് പഴയ നിയമമല്ലേ പാസ്റ്റർ എന്ന. അതേ പഴയ നിയമം തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇന്നുള്ളതുപോലെ അത്രമേൽ ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ ഇസ്രായേല്യർ അത് പഠിക്കുകയും അവരുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നല്ലേ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത്. പിന്നത്തേതിലെല്ലാം അങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലെന്ന് നമുക്കറിയാം. പിന്നത്തേതിലെല്ലാം അങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്നാൽ ഒരളവിൽ ഒരു സമയത്ത് അവരങ്ങനെ ചെയ്തു പോയിട്ടുണ്ടല്ലോ. ചെയ്യാൻ കഴിയുമെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ മനസ്സ് വെച്ചാൽ സാധിക്കുന്ന കാര്യമാണിത്. സാധിക്കാത്ത കാര്യം പറയില്ലല്ലോ. സാധിക്കാത്ത കാര്യം പറയോ? അതായത് വലിയ ഭാരമുള്ള കാര്യമല്ലല്ലോ. ദൈവം ഇത്ര അടുത്തിരിക്കുന്നൊരു ശ്രേഷ്ഠ ജാതി വേറെ ഏതുള്ളൂ എന്നല്ലേ ചോദിക്കുന്നത്. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും
അവൻ നമുക്ക് അടുത്തിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്നാണ്. ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി വേറെ ഏതുള്ളൂ എന്നാണ്. ലാസ്റ്റ് ലൈൻ ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. ചോദ്യം വരിക, ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്നാണ് ഈ പഴയ നിയമ ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇസ്രായേലുമായി ബന്ധപ്പെടുത്തി. അത് ഒരു പുതുനിയമ ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ, പുതുനിയമ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ആ അത്രയും മാത്രം, ആ ലാസ്റ്റ് ലൈൻ മാത്രം നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? സഹോദരി സഹോദരന്മാർക്ക് ആർക്ക് വേണമെങ്കിലും പറയാം, വേഗം പറയണമെന്ന് മാത്രം. ആ ലാസ്റ്റ് ലൈൻ നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? അതൊരു ഇസ്രായേലിൻ്റെ ഭാഷ്യമാണ് ആ കാണുന്നത്. ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. അപ്പോൾ ഈ പുതുനിയമ ക്രിസ്ത്യാനികളായ നമ്മളത് എങ്ങനെ പറയും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമ്മൾ വായിച്ച ആ വാക്യത്തിലെ ലാസ്റ്റ് ലൈൻ്റെ ഗൗരവം, നമ്മുടെ കഴിഞ്ഞകാല പഠനങ്ങളുടെ ഒരു ആകത്തുക അവിടെ വരുന്നുണ്ട്, ഒരു ആകത്തുക. അതായത് നമ്മുടെ മുമ്പിൽ ഇസ്രായേൽ ജനം നിൽക്കുകയാണ്, മറു സൈഡിൽ പുതുനിയമ ക്രിസ്ത്യാനികൾ നിൽക്കുകയാണ്. അവർ പറയാണ് ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി വേറെ ആരുള്ളൂ എന്ന്. അത് പറയുമ്പോൾ പെട്ടെന്ന് ഇസ്രായേലിൻ്റെ ക്യാമ്പാണ് ഓർമ്മ വരേണ്ടത്. ഇസ്രായേലിൻ്റെ ക്യാമ്പ്. പുറപ്പാട് ദിവസം 25:8-9 എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ആ വിശുദ്ധ മന്ദിരമാണ് ഇസ്രായേലിൻ്റെ പാളയത്തിൻ്റെ ഒത്ത നടുവ്, അഥവാ ക്യാമ്പിൻ്റെ ഒത്ത നടുക്ക് ആ കൂടാരമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പം ഇസ്രായേലിൻ്റെ പാളയത്തിൻ്റെ നടുവിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ കൂടാരം, അതാണ് സമാഗമന കൂടാരം. ആ ഇസ്രായേൽ ജനം ആ കൂടാരത്തിൻ്റെ ചുറ്റുമാണ് പാളയമടിച്ച് ഏകദേശം ഒരു 6 കിലോമീറ്റർ റേഡിയസിലാണ് അവർ കിടക്കുന്നത്. അതിന് ചുറ്റും, അല്ലെങ്കിൽ അതിന് വെളിയിലാണ് ചുറ്റുമുള്ള മറ്റ് ജാതികളെല്ലാം, അതിന് വെളിയിലാണ് സകല ജാതികളും. ദൈവത്തോട് ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്നുള്ള നിലയിലാണ് നമ്മളത് കാണുന്നത്. അത് പുതുനിയമ ക്രിസ്ത്യാനികളായ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാ ചിന്തിക്കേണ്ടത്? ദൈവം അവരോട് അടുത്തിരിക്കുന്നേ ഉള്ളൂ. ആ ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുകയാണ്. അതിനല്ലേ സമാഗമന കൂടാരത്തിൻ്റെ പഠനമൊക്കെ ഇത്രയും കാലം പഠിച്ചത്. ഈ സമാഗമന കൂടാരത്തിൻ്റെ പഠനമൊക്കെ പഠിച്ചതിൻ്റെ പിന്നിൽ എന്താ അതിൻ്റെ രഹസ്യമെന്നാണ് നിങ്ങൾ ചിന്തിച്ചത്? നമ്മൾ ഇങ്ങനെയൊരു പഠനത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ ഏതേതെല്ലാം ഉദ്ദേശിമാർ എവിടെയെല്ലാം ഇരുന്നുകൊണ്ടാണ് ബ്രഹ്മോസ് മിസൈല്, മറ്റ് ടോർപിഡോകൾ, പിന്നെ കുഴി ബോംബുകൾ, പിന്നെ മൈൻസ് എന്തെല്ലാമൊക്കെയാണ് വിട്ടത്. നിങ്ങളിതൊരു മഞ്ചക്കുഞ്ഞു ഇതൊന്നും അറിയുന്നില്ല. ഭയങ്കരമായിട്ട് ചിലർ കോപിക്കുക, ഏതാണ്ട് വലിയ സാമൂഹ്യ വിപത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് അവർ ചിന്തിക്കുന്നത്. എന്ത് ഭ്രാന്താണിത്, പഴയ നിയമത്തിൽ നിന്നൊരു സമാഗമന കൂടാരം എന്നൊക്കെ പറഞ്ഞ്. നോക്കണം, ഈ പുള്ളികളുടെ ഒന്നും കണ്ണ് തുറന്നിട്ടില്ല. മഹാകൃപയാൽ നമ്മുടെ കണ്ണ് തുറന്നുകൊണ്ടാണ് നമുക്കിത് വെളിപ്പെട്ട് കിട്ടിയത്. ഇസ്രായേലിൻ്റെ ക്യാമ്പ്, ആ ക്യാമ്പിൻ്റെ നടുവിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇറങ്ങി നിൽക്കുന്നു. അതിന് തൊട്ട് മുമ്പ് ഇപ്പം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് എവിടെയാ? പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ തേജോമയനായ ദൈവം സീനായിൽ ഇറങ്ങി വരുന്നു. ആ ദൈവത്തിൻ്റെ ശബ്ദം ജനം കേൾക്കുന്നു. അവർ പർവ്വതത്തിൻ്റെ അടിവാരം വരെ എത്തി. പർവ്വതത്തിലേക്ക് അവർക്ക് കയറാൻ കഴിഞ്ഞില്ല. മോശയ്ക്ക് മാത്രമേ പർവ്വതത്തിലേക്ക് കയറാൻ കഴിഞ്ഞുള്ളൂ. ആ ഒരു കാഴ്ച നമ്മൾ പുതിയ നിയമ കാലയളവിൽ കാണുകയാണ്. മോശ പർവ്വതത്തിലേക്ക് കയറിയതുപോലെ ഉയർന്ന ആത്മീയ അനുഭവത്തിലേക്കാണ് ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയെ കൊണ്ടുവരുന്നത്. രക്ഷിക്കപ്പെടുന്നവരെ കൊണ്ടുവരുന്നത് എവിടെയാ? ഹെവൻലി റെലംസിലേക്കാണ് കൊണ്ടുവരുന്നത്, സ്വർഗ തലങ്ങളിലേക്കാണ് കൊണ്ടുവരുന്നത്. മോശയെ പർവ്വതത്തിലേക്ക് കയറിയെന്നല്ലേ കാണുന്നത്. അതുപോലൊരു ആത്മീയ അനുഭവത്തിലേക്കാണ് നമ്മൾ പുതിയ നിയമ കാലയളവിൽ വരുന്നത്. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ എങ്ങനെ പറയാം? മഹത്വാനായ ദൈവം ഇസ്രായേലിന്റെ നടുവിൽ വസിച്ചെങ്കിൽ ആ ദൈവം ഇന്ന് എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുകയാണ്. ഈ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി എന്ന് അവർ പറഞ്ഞത്. അവരാ ദൈവ സാന്നിധ്യത്തോടെ അടുത്തേട്ടേ ഉള്ളൂ. നമ്മളോ ആ ദൈവ സാന്നിധ്യത്തിലിരിക്കുകയാണ്. അതാണ് രണ്ടും തമ്മിലുള്ള അന്തരം. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ദൂരസ്ഥരും സമീപസ്ഥരും. അവർ ദൂരസ്ഥരെന്നുള്ള നിലയിൽ പ്രാകാരം വരെ എത്തി. നമ്മളോ സമയഭേദം കൂടാതെ കൃപാസനത്തിങ്കലെത്തി. ചില്ലറയല്ല അന്തരം. അതായത് അബ്രഹാമിന്റെ സന്തതി പരമ്പര അഭിമാനപൂർവ്വം പറയാണ് ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി വേറെ ഏതുള്ളൂ എന്ന്. ഇനി വേറെ ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് മോശ പോലും പറഞ്ഞത്, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുതേ എന്ന്. ആ സാന്നിധ്യം, അവര് ദൈവത്തോട് അടുത്തിരിക്കുകയാണ്. അതേസമയം
നാം ആകുന്ന കൂടാരത്തിൽ ആ ദൈവം വസിക്കുകയാണ്. നാം ആ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുകയാണ്. തോട്ടത്തിൽ മുറിഞ്ഞുപോയ കൂട്ടായ്മ, കമ്മ്യൂണിയൻ, അത് റീസ്റ്റോർ ചെയ്യുകയാണ്. കമ്മ്യൂണിയൻ, വീണ്ടും ആ കൂട്ടായ്മ, അതിൻ്റെ ആഴം, ഫെലോഷിപ്പ്, ആ സംസർഗം, അതിൻ്റെ നിലയിൽ വീണ്ടും ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാം വരുമ്പോൾ ഈ അവസ്ഥയ്ക്കാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത്. ഇത് മലയാളി പെന്തിക്കോസ്തിലെ വലിയ പങ്ക് പാസ്റ്റേഴ്സിനും ബോധ്യമുള്ള കാര്യമല്ല. മലയാളി പെന്തിക്കോസ്തിലെ വലിയ പങ്ക് പാസ്റ്റേഴ്സിനും ബോധ്യമുള്ള കാര്യമല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചു. സന്ദർഭവശാൽ ആ കാര്യം ഇവിടെയും കൂടെ ഒന്ന് പറയാമെന്ന് എനിക്ക് തോന്നുക. അതായത് മലയാളക്കരയിലുള്ള വളരെ ശ്രേഷ്ഠനായ, വളരെ സീനിയറായ, പ്രായമുള്ള, മുടിയൊക്കെ ഏതാണ്ട് ഏറെക്കുറെയൊക്കെ നരച്ച ഒരു ശുശ്രൂഷകൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസിയോട് സംസാരിക്കുകയായിരുന്നു. വിദേശ രാജ്യത്തെ ഏതോ ഒരു മഞ്ഞ് വീണ് കിടക്കുന്ന തെരുവിൽ എവിടെയോ നിന്നാണ് സംസാരിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ മഞ്ഞ് വീണ് കിടക്കുന്ന തെരുവിൽ നിന്നിങ്ങനെ സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അതായത് ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ സത്യവചനം വെളിപ്പെടുന്നില്ല, ആളുകളെല്ലാം ഭൗതികത്തിൻ്റെ പുറകെ ഓടുകയാണ്, പിന്നെ എന്താണ് ആ നിത്യതയെക്കുറിച്ചുള്ള ചിന്തയില്ല, ഒരുക്കത്തെക്കുറിച്ചുള്ള ആ ഒരു വെളിപ്പാടോ അങ്ങനെയുള്ള മെസ്സേജുകൾ അധികം വരുന്നില്ല, അവ യഥാർത്ഥ ദൈവിക അനുഗ്രഹത്തെക്കുറിച്ചൊന്നും ജനം മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ സീനിയർ മോസ്റ്റ് പാസ്റ്റർ പറഞ്ഞേ, ബ്രദർ, നീ ഒരു കാര്യം ഓർക്കണം, നീ ഇപ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുകയാണ്. നീ ഇപ്പോൾ മഞ്ഞിൻ്റെ മുകളിലല്ലേ നിൽക്കുന്നത്, നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുകയാണ്. ഇത് മറന്നിട്ടാണോ നീ സംസാരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാ നമ്മുടെ മലയാളികളുടെ കൺവെൻഷൻ പ്രീച്ചറായ പ്രിയങ്കരനായ ഉദ്ദേശി പറഞ്ഞു കൊടുത്തത്? നീ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുക എന്ന്. മഞ്ഞിൻ്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് നീ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുക എന്ന്. അതാണോ അനുഗ്രഹത്തിൻ്റെ നിദാനം? അത് വെച്ചിട്ടാണ് ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി, ഒരു പെന്തക്കോസുകാരൻ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി, ഒരു സത്യ ക്രിസ്ത്യാനി അത് വെച്ചിട്ടാണോ അനുഗ്രഹം കൗണ്ട് ചെയ്യുന്നത്? നാം എങ്ങനെയാണ് അനുഗ്രഹം കൗണ്ട് ചെയ്തത്? പാപത്തിൻ്റെ പടുകുഴി കിടന്ന നമ്മെ അവിടെ നിന്ന് ഉദ്ധരിച്ച് ഹെവൻലി റെലംസിൽ കൊണ്ടുവന്നു. നമുക്കിന്ന് ആ കമ്മ്യൂണിയൻ ലഭിക്കുകയാണ്. നാം ഇന്ന് ആ ദൈവസാന്നിധ്യത്തിൽ സഞ്ചരിക്കുകയാണ്. നാം ആ ദൈവത്തോട് സംസാരിക്കുകയാണ്. നാം ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ് ഇടനിലക്കാരില്ലാതെ. ഇസ്രായേലിന് ആ ശബ്ദം കേൾക്കണമെങ്കിൽ മോശ ഇടനിലക്കാരനായിട്ട് നിൽക്കണം. ദൈവത്തിൻ്റെ ശബ്ദം എവിടെയാണ് വെളിപ്പെടുന്നതെന്നാണ് നമ്മൾ കണ്ടത്? സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ഇരിക്കുന്ന പെട്ടകത്തിന് മുകളിൽ കൃപാസനത്തിന് മുകളിൽ 2 കെരൂബുകൾ. ആ കെരൂബുകളുടെ നടുവിൽ നിന്നാണ് ദൈവശബ്ദം പുറപ്പെടുന്നത്. അത് കേട്ടിട്ട് മോശ ജനത്തോട് വന്ന് പറയുകയാണ്, ആ പെട്ടകം ഇന്ന് നമ്മുടെ ഉള്ളിലാണ്, ആ ബലത്തിൻ പെട്ടകം നമ്മുടെ ഉള്ളിലാണ്, ആ പെട്ടകം വഹിക്കുന്നവരാണ് നാം. ആ പെട്ടകം ദൈവസാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ദൈവസാന്നിധ്യമുള്ള നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുകയാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഇതൊരു ഭാഗ്യാവസ്ഥയല്ലേ? ഇതിനല്ലേ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത്? ഇതല്ലേ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ? ഇതാണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അസറ്റുകളെല്ലാം എടുത്ത്, പിന്നെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എല്ലാം ഒന്ന് വാച്ച് ചെയ്ത്, പിന്നെ നിങ്ങളുടെ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയിട്ട്, യെസ് കൊള്ളാം, ബ്രദർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ബ്രദർ നവീൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ബ്രദർ ജെയിംസ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണോ ഇതിൻ്റെ മറുപടി? സീനിയർ മോസ്റ്റ് ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമായി പറഞ്ഞത്. നോക്കണം, ഇവിടെ ഇരിക്കുന്ന ഈ ചെറിയ കൂട്ടം നമ്മൾ എന്തെന്ന് ഈ വാക്യം വായിച്ചിട്ട് ഇപ്പോൾ പറയേണ്ടത്? എൻ്റെ ദൈവമേ, ഇങ്ങനെയുള്ള ആത്മീയ വെളിപ്പാടുകൾ, ബോധ്യങ്ങൾ ലഭിക്കപ്പെട്ട നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്, എത്ര ശ്രേഷ്ഠമായൊരു അനുഭവത്തിലാണ് എന്ന് നാം നമ്മോട് തന്നെ പറയേണ്ടതുണ്ട്. ഇവിടെ 50-60 വർഷമൊക്കെ കൺവെൻഷനിലൊക്കെ പ്രസംഗിച്ച് നടന്ന ആളുകളാണ് പറയുന്നത് മഞ്ഞിൻ്റെ മുകളിലിരുന്നാലാണ് അനുഗ്രഹിക്കപ്പെടുന്നതെന്ന്. അല്ലാതെ നാട്ടിലൊക്കെയുള്ള ആളുകൾക്ക് പുഞ്ചപ്പാടമോ മറ്റ് കാര്യങ്ങളോ സ്ഥാവര ജംഗമ വസ്തുക്കളോ ബെൻസോ BMW അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാർ പോർച്ചിൽ കിടന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പറയായിരിക്കും ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന്. അത്രമേൽ ഇഗ്നറൻസിലാണ് നമ്മളുടെ പല ആളുകളും സഞ്ചരിക്കുന്നത്. ഇഗ്നറൻസിലാണ് സഞ്ചരിക്കുന്നത്. ഇതിന് അറിവില്ലായ്മ എന്നാണോ എന്താണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം പറഞ്ഞ ഈ ഒരു കാര്യമുണ്ടല്ലോ, ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ മെസ്സേജിലേക്ക് നമ്മൾ അടുത്ത ദിവസം വരുന്നുണ്ട്. അത് ഈ ഒരാൾ മാത്രമല്ല, വേറെ ഒത്തിരി പ്രഗത്ഭരായ ആളുകൾ പറയുന്ന കാര്യമാണ്. ആ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ്
ഒരിക്കൽ കൂടെ നമ്മൾ ആ കാര്യം പറയുന്നുണ്ട്, വരും ദിവസങ്ങളിൽ ഒരിക്കൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയരെ, നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് എന്താ? ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തെ മുൻനിർത്തിക്കൊണ്ട് പറയായിരുന്നു, അതായത് ഇസ്രായേൽ ജനം അവരുടെ തലമുറകൾക്ക് ഈ കാര്യങ്ങളെ ധരിപ്പിച്ചു കൊടുക്കണമെന്ന്, തലമുറകളെ ധരിപ്പിച്ചു കൊടുക്കണമെന്ന്. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും വിശദമായി പോയത്. അവരുടെ തലമുറകൾ ആ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇന്നുള്ളതുപോലെ അത്ര കാര്യമായിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു മിനിമം ഗ്രാഹ്യം ലഭിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്കതിൻ്റെ ഇരട്ടി ഗ്രാഹ്യം ലഭിക്കണ്ടേ? പരിശുദ്ധാത്മ സഹായത്താൽ ഈ കാര്യങ്ങളെയൊക്കെ നമുക്ക് തുറന്നു കൊണ്ടുവരാൻ കഴിയുമല്ലോ. കഴിയില്ലേ? ന്യായമായിട്ടും കഴിയുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പം ഗൗരവമായ കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോഴാണ് ഈ കാരാഗ്രഹ ലേഖനങ്ങളെക്കുറിച്ചൊരു ചിന്ത വരുന്നത്. കാരാഗ്രഹ ലേഖനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫേസ് ലേഖനം, ഫിലിപ്പ് ലേഖനം, അതുപോലെ കൊലോസ് ലേഖനം, പിന്നെ ഫിലേമോൻ്റെ ലേഖനം, ഈ ലേഖനങ്ങളൊക്കെ കാരാഗ്രഹ ലേഖനങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ വരുന്നത്, അല്ലേ? എഫേസ് ലേഖനം, ഫിലിപ്പ് ലേഖനം, കൊലോസ് ലേഖനം, ഇതൊക്കെ കാരാഗ്രഹ ലേഖനത്തിലെ ഗൗരവമായ ഭാഗങ്ങളാണ്. കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയുന്ന ആദ്യത്തെ 4 ലേഖനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് 2 തിമോത്തിയോസ് എഴുതുന്നതൊക്കെ കാരാഗ്രഹത്തിൽ കിടന്ന, അതിനെയൊക്കെ കാരാഗ്രഹ ലേഖനം എന്ന് വേണേൽ കൂട്ടാം. എനിവേ, എഫേസ് ലേഖനം, ഫിലിപ്പ് ലേഖനം, കൊലോസ് ലേഖനം എന്ന് പറയുന്നത് ആ പ്രാദേശിക സഭകൾക്ക് കർത്താവിൻ്റെ ദാസൻ പൗലോസ് അയച്ച കത്തുകളാണല്ലോ, കത്തുകളാണ്. അതിനെയാണ് നമ്മൾ എഫേസ്യൻ ലേഖനം എന്നുള്ള നിലയിൽ പരിഗണിക്കുന്നത്. ആ അയച്ച കത്തുകൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്താ നമ്മുടെ തലയിൽ വരുന്നത്? ഇപ്പോൾ ഷിജു പാസ്റ്റർ എനിക്കൊരു കത്തയച്ചു, അല്ലെ ഞാൻ അങ്ങോട്ട് ഒരു കത്തയച്ചു. അങ്ങനെ ഒരു കത്തയച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് അത്യാവശ്യ കാര്യങ്ങളെല്ലാം പറയും. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒരു ബോഡി, പിന്നെ കൺക്ലൂഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് കത്തെഴുതി പൂർത്തീകരിക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണ് എഫേസ് ലേഖനം, ഫിലിപ്പ് ലേഖനം, ഈ ലേഖനങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പല പ്രിയപ്പെട്ടവർക്കും ഈ കത്തുകൾ വായിച്ചാൽ കാര്യമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ആദ്യ നൂറ്റാണ്ടിൽ എഫേസ്യ സഭയ്ക്ക് ലഭിക്കപ്പെട്ട കത്ത് അവർ ഓടിച്ചു വായിക്കുകയായിരുന്നു. എഫെസോസിലുള്ള വിശുദ്ധന്മാരെ എല്ലാവരും സുഖമായിരിക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് കത്ത് തുടങ്ങുകയല്ലേ. ആ കത്ത് വായിച്ചിട്ട് പ്രത്യേകിച്ച് വ്യാഖ്യാനങ്ങളൊന്നുമില്ലാതെ തന്നെ അവർക്ക് മനസ്സിലായി പല കാര്യങ്ങളും. നമുക്കിന്ന് ഭയങ്കര ആഴത്തിലുള്ള പഠനങ്ങൾ പഠിച്ചിട്ട് പോലും ഈ കത്തിൻ്റെ ഉള്ളടക്കം പല നിലകളിൽ മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലായോ? 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർക്കൊരു കത്ത് കിട്ടി. ആ കത്ത് അവർ വായിച്ചു നോക്കി, ആ കത്തിൻ്റെ ഉള്ളടക്കം അവർ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്, ന്യായമായിട്ടും. അതേ കത്ത് ഈ 21-ാം നൂറ്റാണ്ടിലെ സത്യക്രിസ്ത്യാനികൾക്ക് അങ്ങനെ തന്നെ ഒന്നുകൂടെ അയച്ചു കിട്ടുകയാണെങ്കിലോ? അത് ബൈബിളിൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അത് ചുമ്മാ ഒരു കത്തായിട്ടേ, ഒരു നെടുനീളൻ കത്തായിട്ട് നമുക്കിങ്ങ് അയക്കുകയെന്ന് വിചാരിച്ചോ. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, ഹിന്ദിയിലൊക്കെ അയക്കുകയാണ്. നമ്മളതെടുത്ത് വായിക്കുകയാണ്. വലിയ നീളത്തിലുള്ള കത്തല്ലേ. എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എത്ര പേർക്ക് പിടികിട്ടും അതിൻ്റെ ഉള്ളടക്കം? ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. ആദ്യം പറഞ്ഞെന്താ? ഈ പറയപ്പെട്ട ഗൗരവമായ ലോസ്, ഇസ്രായേലിന് കൊടുത്ത ആ പ്രമാണങ്ങൾ, അത് അവരുടെ തലമുറകൾ അറിയണം, അവരെ പഠിപ്പിക്കണം. എന്തിനാ? അവർ ദൈവത്തെ ഭയപ്പെടാൻ വേണ്ടി, അവർ ദൈവ വഴി വിട്ട് വഴിമാറി പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ആ ഭാഗം പറഞ്ഞ് വിശദീകരിച്ചപ്പോഴാണ് നമ്മൾ ഇത്രയും മുന്നോട്ട് പോയത്. അതായത് ഇത് കഴിഞ്ഞിട്ട് 1-2 കാര്യം കൂടെ പറഞ്ഞ് വേഗം ഞാൻ അവസാനിപ്പിക്കാം. പൂർണ്ണമായിട്ടും പറയാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. പുറപ്പാട് ദിവസം 32-ന്റെ 15-ഉം 16-ഉം നമ്മൾ വായിച്ചിരുന്നു. അത് വായിച്ചപ്പോൾ നമ്മൾ കണ്ടത് എന്താ? സാക്ഷ്യത്തിൻ്റെ പലക 2 അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറമായി ഇരുവശത്തും എഴുത്തുള്ളതായിരുന്നു. മോശയ്ക്ക് ലഭിക്കപ്പെട്ട ആ കൽപ്പലയെക്കുറിച്ച് നമ്മൾ അവിടെ വായിച്ചിരുന്നു. പക്ഷേ അന്നേരം അത് വിശദീകരിച്ചില്ല. ആ കാര്യം ഞാനിപ്പോൾ ഒന്നുകൂടി ഒന്ന് പറയാണ്. ഈ പലകയുടെ അപ്പുറത്തും ഇപ്പുറത്തും, അതായത് ബോത്ത് സൈഡിലും എഴുത്തുണ്ടായിരുന്നു, 2 സൈഡിലും എഴുത്തുണ്ടായിരുന്നു. അതാണ് കാണിക്കുന്നത്. അതായത് ഈ കൽപ്പലക കയ്യേറ്റു വാങ്ങിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മോശയ്ക്ക് ദൈവത്തോട് പറയാനായിട്ട് പറ്റില്ല, അതിൻ്റെ ഒരു സൈഡിൽ എഴുത്തുണ്ടായിരുന്നോ, ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയാനായിട്ടൊരു അവസരമില്ല. 2 സൈഡിലും എഴുത്തുണ്ട്. കൽപ്പലക കയ്യേറ്റു വാങ്ങിയ മോശയ്ക്ക് നാളെ ഒരു എക്സ്ക്യൂസ് പറയാനില്ല. അതായത് ഇതിൻ്റെ ഒരു സൈഡിൽ എഴുത്തൊന്നും കണ്ടില്ലല്ലോ, ഞാൻ ആ കാര്യം അറിഞ്ഞില്ലല്ലോ, ഞാനത് കേട്ടില്ലല്ലോ എന്നൊന്നും പറയാൻ അവസരമില്ല. നേരത്തെ കേൾപ്പിച്ചതാണ്. പോരാത്തതിനിപ്പോൾ കല്ലിൽ എഴുതി കൈ കൊടുത്തു, അല്ലേ? പോരാത്തതിനിപ്പോൾ കല്ലിൽ എഴുതി കയ്യിൽ കൊടുത്തു. അതിൻ്റെ 2 സൈഡിലും എഴുത്തുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. 2 സൈഡിലും. അപ്പോൾ കണ്ടില്ല, കേട്ടില്ല എന്ന് ആർക്കും പറയാനായിട്ട് അവസരമില്ല. വിശേഷിച്ച് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ എക്സ്ക്യൂസ് പറയാൻ കഴിയില്ല.
കാരണം ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊന്നും പൊതുവെ പെന്തക്കോസ്റ്റ് ചർച്ചുകളിലെങ്കിലും പ്രസംഗിക്കാറുമില്ല, പഠിപ്പിക്കാറുമില്ല. പഠിപ്പിക്കൽ എന്ന് പറഞ്ഞ പരിപാടി അല്ലേലും ഇല്ല. പ്രസംഗത്തിലാണെങ്കിൽ തന്നെയും മറ്റ് പല മേഖലകൾ, വൈകാരികമായ, ഇമോഷണലി ആളുകളെ സ്പർശിക്കുന്ന കാര്യങ്ങളാണ് അധികവും പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പലരും നമ്മോട് പറയാനിടയായി, അതായത് മനുഷ്യൻ്റെ ദൈനംദിനമായ കാര്യങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, നീഡ്സ് ഉണ്ട്, അതുപോലെ അവന് ആശ്വാസം ലഭിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നിങ്ങളുടെ മെസ്സേജുകളിൽ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ബാഹ്യാലങ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ആ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അതേസമയം മറ്റെത്രയോ ദേവദാസന്മാരുണ്ട്, അവരൊക്കെ നോക്കിയേ, ജനത്തെ ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഉപദേശിമാർ ജനത്തെ ആശ്വസിപ്പിക്കുമാറ് കളത്തിലുണ്ട്. ജനത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരമായിട്ട് അവർ പ്രസംഗിക്കുന്നൊക്കെയുണ്ട്. ഇനി നമ്മളും കൂടെ ആ കൂടി പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ? ലോകത്തിലുള്ള മെജോറിറ്റി ഉപദേശിമാരും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഉപദേശിയും കൂടി അത് പറയേണ്ട ഒരു കാര്യമില്ല, അല്ലേ? ഇനിയൊരു ഉപദേശിയും കൂടി അത് പറയേണ്ട ആവശ്യമില്ല, അവരത് പറയട്ടെ. നമ്മെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിക്കാനും ധ്യാനിക്കാനായിട്ടാണ് നമ്മൾ സമയം വേർതിരിക്കുന്നത്. നമ്മുടെ കൂടെ അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ, കേൾവിക്കാരില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്നാ? ഏറിയ പങ്ക് ജനത്തിനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് താല്പര്യം എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറിയ പങ്ക് ആളുകൾക്കും അങ്ങനെയുള്ള വൈകാരികമായ മെസ്സേജുകളാണ് താല്പര്യം. അതായത് ഈ പോസിറ്റീവ് തിങ്കിങ്ങുകളും, പിന്നെ എന്താ, നമ്മെ താൽക്കാലികമായിട്ട് ഒന്ന് തട്ടി ഉണർത്തുന്നതായ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മളീ പറയുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് എനിക്കെന്ത് ബെനിഫിറ്റ് എന്നാണ് പലരും ചോദിക്കുന്നത്. നോക്കണം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുൻപോട്ടുള്ള പ്രയാണത്തിൽ ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോൾ ഗൗരവമായ കാര്യങ്ങളാണ് തുറന്നു വരുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ വന്നു. അതായത് കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകവുമായി ബന്ധപ്പെട്ട് അതിനകത്തിരിക്കുന്ന 3 വസ്തുക്കൾ, ആ 3 വസ്തുക്കളെക്കുറിച്ച് ഇത്രയും പറയണോ? 3 വസ്തുക്കൾ ഉണ്ടെന്നങ്ങ് പറഞ്ഞാൽ പോരെ? ഇത്ര വിശദമായി പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പറയേണ്ടതുണ്ടെന്നേ. കാരണം ഈ വിഷയം പറഞ്ഞ് പൂർത്തീകരിച്ച് കൊണ്ടുവരുമ്പോഴാണ് നാം സേവിക്കുന്ന ദൈവം ആരെന്ന് വെളിപ്പെട്ട് വരുന്നത്. നാം സേവിക്കുന്ന ദൈവം ആരെന്ന് വിശുദ്ധന്മാരുടെ കൺമുമ്പിൽ തുറന്നു കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാതെ മോശ പർവ്വതത്തിൽ കയറി, പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി, പിന്നെ കയറി കൽപ്പലക കിട്ടി, അത് ഉടച്ചു കളഞ്ഞു, പിന്നെ എഴുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങ് സമയം കളയല്ലെന്നേ. ഇത് പറഞ്ഞത് കൺക്ലൂഡ് ചെയ്ത് വരുമ്പോൾ നാം സേവിക്കുന്ന ദൈവം ആരെന്ന് അതിൻ്റെ പിക്ചർ വെളിപ്പെട്ട് വരണം. തൻ്റെ പ്രമാണങ്ങൾ എത്ര ഗൗരവമാണ്. ആ പ്രമാണം എവിടെ എഴുതി കൊടുത്തത്? കല്ലിലാണ് എഴുതി കൊടുത്തത്. അതിലൂടെ എന്താ വെളിപ്പെട്ട് വരുന്നത്? ദൈവത്തിൻ്റെ നേച്ചറാണ് വെളിപ്പെടുന്നത്. താൻ ആരെന്നാണ് വെളിപ്പെടുന്നത്. അതായത് ലോകരാഷ്ട്രങ്ങളോടുള്ള ബന്ധത്തിൽ അവർക്കെല്ലാം ഭരണഘടനകളുണ്ട്. ആ ഭരണഘടനകളിലൊക്കെ പല അമെൻമെൻറ്റ്സും വരാറുണ്ട്, തിരുത്തലുകൾ വരാറുണ്ട്, കൂട്ടിച്ചേർക്കലുകൾ വരാറുണ്ട്. കേട്ടിട്ടില്ലേ അത്? അല്ലേ? ഭരണഘടനയോട് ഇന്ന കാര്യം കൂട്ടിച്ചേർത്തു, അല്ലെ ഇന്ന ഭാഗം വിട്ടുകളഞ്ഞു. അതായത് അതിൻ്റെ അമെൻമെൻറ്റ്സുകൾ വരാറുണ്ട്. അതേസമയം സ്വർഗത്തിലെ ദൈവം തൻ്റെ കൈകൊണ്ട് എഴുതിയ ആ പ്രമാണങ്ങളിൽ ഒരു അമെൻമെൻറ്റ്സും ആർക്കും ഒന്നും ചേർക്കാൻ കഴിയില്ല. സ്വർഗത്തിലെ ദൈവം തൻ്റെ കൈകൊണ്ട് എഴുതിയ ആ പ്രമാണങ്ങളിൽ ഒരു കൂട്ടിച്ചേർക്കലും അനുവദിക്കില്ല, അതിൽ നിന്നൊന്നും കുറയ്ക്കാനും അനുവദിക്കില്ല. അതുകൊണ്ടാണ് അത് കല്ലിൽ എഴുതി കൊടുത്തത്. മായ്ക്കാൻ പറ്റത്തില്ല, കല്ലിലാണ് എഴുതി കൊടുത്തത്. അതിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവമാണ് വെളിപ്പെടുത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു വാക്യം ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായെന്നു സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുക്കുവാനോ നീ എന്ത് ചെയ്യുന്നതെന്ന് അവനോട് ചോദിക്കുവാനോ ആർക്കും കഴിയുകയില്ല. ആ വാക്യത്തിന്റെ ഗൗരവം എത്രയാന്ന് മനസ്സിലായോ? അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവൻ്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്നവനോട് ചോദിപ്പാനോ ആർക്കും കഴിയില്ല. അത്ര വലിയവനും ഭയങ്കരനും മഹാനുമായ ദൈവം, ആ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ മുൻപോട്ടുള്ള പ്രയാണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മുന്നോട്ട് വരുമ്പോൾ ആ ദൈവം ആരെന്നാണ് നമുക്ക് വെളിപ്പെടുന്നത്. അത് വെളിപ്പെട്ട് കിട്ടുമ്പോൾ ആ ദൈവത്തോട് കൂടെ എങ്ങനെ നടക്കണം എന്നുള്ളതാണ് ഈ പഠനങ്ങളിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. 2 പേർ തങ്ങളിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയില്ലെന്നല്ലേ ആമോസ് പറയുന്നത്. അപ്പം ഈ വലിയവനായ ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ, ഈ തേജോമയനായ ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ആ ദൈവം തൻ്റെ സ്വഭാവം ത്യജിക്കുന്നില്ല.
അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ദൈവത്തിന് വല്ലോ ഗതിഭേദത്താൽ ആച്ഛാദനം വല്ലതും വരുന്നുണ്ടോ? അവിടുന്ന് മഹത്വാനായ ദൈവം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ധൈര്യപൂർവ്വം അടുത്തു വരുവാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നത് കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മറവിലാണ് നമ്മൾ എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും സാധ്യമല്ല. ഇസ്രായേൽ പറഞ്ഞതുപോലെ പറയാം, അത്രേ ഉള്ളൂ, ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി എന്ന്. ഇന്ന് ദൈവം വസിക്കുന്ന, ദൈവം തൻ്റെ നിവാസമായി തിരഞ്ഞെടുത്തിട്ടുള്ള ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ജനമാണ് നമ്മൾ. ആ ശ്രേഷ്ഠ ജനം ആ ദൈവത്തെ അറിയണം. അവൻ ആരെന്നറിയണം. യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ അവൻ ആരെന്നറിഞ്ഞ് അവൻ്റെ സാക്ഷികളാകണം നമ്മളെന്നാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൊരു വാക്യമുള്ളത്. അവൻ ആരെന്ന് നമ്മൾ അറിഞ്ഞവൻ്റെ സാക്ഷികളാകണം. ചെറിയ കാര്യമല്ല, ചുമ്മാ ബോധമില്ലാതെ നടക്കുന്നതല്ല ക്രിസ്ത്യാനിത്വം. അവൻ ആരെന്ന് അറിയണം. അപ്പോൾ ഈ ലഭിക്കപ്പെട്ട പ്രമാണം കൽപ്പലകയിലാണ് എഴുതിയിരിക്കുന്നത്. അതിലൂടെയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ നമ്മൾ കണ്ടത്, ഈ കൽപ്പലകയുടെ അകത്തും പുറത്തും എഴുത്തുണ്ട്. ഇരു സൈഡിലും എഴുത്തുണ്ട്, അകത്തും പുറത്തും എഴുത്തുണ്ട്. അതെന്താ കാണിക്കുന്നത്? ഒരു ഭക്തൻ്റെ ക്രിസ്തീയ ജീവിതമാണ് കാണിക്കുന്നത്. അവൻ്റെ അകത്തും പുറത്തും എഴുത്തുണ്ടായിരിക്കും. അകവും പുറവും ശ്രദ്ധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ബാഹ്യാലങ്കാരങ്ങൾ എന്നുള്ള വിഷയത്തിൽ ദീർഘമായി സംസാരിച്ചു പോവുകയായിരുന്നു. അതിൽ പ്രഗത്ഭരായ ദൈവദാസന്മാരെല്ലാം പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? അകം നന്നായാൽ മതി, പുറത്തുള്ള കാര്യത്തിന് അത്ര പ്രാധാന്യമില്ല, അതിലേക്കൊന്നും ശ്രദ്ധിക്കേണ്ടെന്ന. നമ്മൾ കണ്ട കാഴ്ച എന്താ? അകത്തും പുറത്തും എഴുത്തുള്ള കൽപ്പലകയാണ് കണ്ടിരിക്കുന്നത്. ഭക്തൻ്റെ ജീവിതം അകത്തും പുറത്തും വിശുദ്ധമായിരിക്കണം, സുതാര്യമായിരിക്കണം. അത് ദൈവത്തിൻ്റെ നോട്ടത്തിലാകട്ടെ മനുഷ്യരുടെ നോട്ടത്തിലാകട്ടെ, രണ്ട് സൈഡിൽ നിന്നുമാണ് പറയുന്നത്. കുറ്റമറ്റതായിരിക്കണം, വിശുദ്ധമായിരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരല്ല. നമുക്കൊരു പ്രമാണമുള്ളവരാണ്. അകത്തും പുറത്തും എഴുത്തുള്ളവരാണ്. അകത്തും പുറത്തും എഴുത്തുള്ളവരാണ്. ആ ബോധ്യമുള്ളവരാണ് ഇങ്ങനെയുള്ള പല കാര്യത്തെക്കുറിച്ചും ഗൗരവമായി പറയുന്നത്. ആ ബോധ്യമില്ലാത്തവരാ പറയുന്നത് എങ്ങനെയായാലും കുഴപ്പമില്ലെന്നേ, ദൈവസ്നേഹമാകുന്നു. എങ്ങനെയായാലും കുഴപ്പമില്ല, ദൈവസ്നേഹമാകുന്നു. പെട്ടെന്ന് പറയുന്ന കാര്യമാണ് ദൈവസ്നേഹമാകുന്നു എന്ന്. അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ ദൈവസ്നേഹമാണെന്ന്. പക്ഷെ അവർക്കറിയാത്തൊരു കാര്യം നമുക്കറിയാം, ആ ദൈവം നീതിപതിയായ ന്യായാധിപതിയും കൂടെയാണ്. ഈ സ്നേഹത്തിൻ്റെ മൊത്തക്കച്ചവടക്കാർ, അവർക്ക് സ്നേഹം എന്നുള്ള കാര്യം മാത്രമേ അറിയൂ. നമുക്ക് അതേസമയം അതിൻ്റെ മറുസൈഡും കൂടെ അറിയാം. നാം സേവിക്കുന്ന ദൈവം നീതിപതിയായ ന്യായാധിപതിയും കൂടെയാണ്. അത്ര ഗൗരവമാണ് കാര്യങ്ങൾ. പഴയ നിയമത്തെക്കാളും ഗൗരവമാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ. ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി വേറെ ഏതുള്ളൂ എന്ന് ചോദിച്ചതാരാ? ഇസ്രായേലാണ്. അപ്പോൾ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ശ്രേഷ്ഠമായ പ്രമാണങ്ങളെ മറികടന്നുകൊണ്ട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നപ്പോൾ തരക്കേടില്ലാത്ത അടിയാണ് കിട്ടിയത്. തരക്കേടില്ലാത്ത അടി. ചുറ്റുമുള്ള ജാതികളെയൊക്കെ അടിച്ചതിനേക്കാൾ വലിയ അടിയാണ് ഇസ്രായേലിന് കിട്ടിയത്. അവരെ ദൈവം ശിക്ഷിച്ചതും ന്യായം വിധിച്ചതും എത്ര കഠിനമായിട്ടാണ്. ആ ദൈവത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ ദാനിയേൽ എന്താ എഴുതി വച്ചിരിക്കുന്നത്? അവൻ്റെ കൈ തടുപ്പാൻ ആർക്ക് കഴിയുമെന്നാണ് ചോദിച്ചത്. ആ കൈ തടുപ്പാൻ ആർക്ക് കഴിയും? ആ കൈ തടുപ്പാൻ ആർക്ക് കഴിയുമെന്നാണ് ചോദിച്ചത്. അതായത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യമാണ് ലഭിക്കുന്നത്. ആ ബോധ്യം ലഭിക്കുമ്പോൾ നാം ആ ദൈവഭയത്തിലേക്ക് വരികയാണ്. ആ ദൈവഭയത്തിലേക്ക് നാം വരുമ്പോഴാണ് പാപത്തിൽ നിന്ന് നാം അകന്നു നിൽക്കുന്നത്. അത്തരത്തിലുള്ള പല വാസനകളിൽ നിന്ന് നമ്മൾ അകന്നകന്ന് മാറും. ദൈവഭയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാം ഈസി ആയിട്ട് കരുതും. എല്ലാം അതൊന്നും സാരമില്ലെന്നേ എന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവവചനത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളരെ കൃത്യമായി പ്രസംഗിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താ? നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾ ആ ദൈവഭയത്തിൽ നിലനിൽക്കണം. അങ്ങനെ ആ ദൈവഭയത്തിൽ മുൻപോട്ട് പോകുമ്പോഴാണ് പാപലോകത്ത് നിന്ന് അവർ അകന്ന് പാർക്കാനായിട്ട് ഇടയാകുന്നത്, പാപലോകത്തു നിന്ന് അകന്ന് മാറാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ നമ്മുടെ കൂടിവരവാകട്ടെ, ദൈവവചന ധ്യാനമാകട്ടെ, അതെല്ലാം ദൈവത്തെ അടുത്തറിയുവാനും ആ ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാനും അതുപോലെ അവൻ്റെ വല്ലഭത്വവും അവൻ്റെ മഹത്വവും ഒക്കെ അടുത്തറിയുകയാണ്. നമ്മൾ ആ മഹത്വമൊക്കെ അടുത്തറിയുകയാണ് അല്ലേ? അവൻ്റെ വല്ലഭത്വവും ആ മഹത്വമൊക്കെ നമ്മൾ അടുത്തറിയുകയാണ്. അതുപോലെ നമുക്ക് ലഭിക്കപ്പെടുന്നതായ ആ ഒരു ബോധ്യം, ആ ബോധ്യത്തിലാണ് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. കർത്താവ് അനുവദിച്ചാൽ, അവിടുത്തെ വരവ് താമസിച്ചാൽ
നമുക്കത് അടുത്ത ഒരു ദിവസവും കൂടെ ആ കാര്യത്തെക്കുറിച്ച് അല്പം കൂടെ ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സബ്ജക്റ്റായ അഹരോൻ്റെ തളിർത്ത വടിയിലേക്ക് നമുക്ക് നീങ്ങാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ കൃപാസനമുണ്ട്. കൃപാസനത്തിന് മുകളിൽ 2 കെരൂബുകളുണ്ട്. അതെല്ലാം ഗൗരവമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് ശ്രേഷ്ഠമേറിയ പഠനമാണ്, ചിന്തകളാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് ഉപകാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.